കൊല്ലത്ത് എല്ലാവരും അത് ഭയങ്കര പ്രശ്നമാണ്. കൊല്ലത്ത് ഇതിൽ കൊണ്ടുവന്നേക്കുന്ന ഫീച്ചറിങ് ആർട്ടിസ്റ്റുകൾ തിരുമാലി. ഓക്കെ, തിരുമാലി ഉണ്ട് അതിനകത്ത്. ലിൽചാത്ത് എന്ന് പറഞ്ഞൊരു ആർട്ടിസ്റ്റ് ഉണ്ട്. ഫാർമസ്യൂട്ടിക്കൽ ചെയ്തേക്കുന്ന ഹനുമാൻ കൈറ്റാണ്. എന്നിട്ട് നേരെ പോയി കിടന്ന് ഉറങ്ങി എണ്ണിച്ച ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 2-3 മണിക്കൂർ ഉറങ്ങി അടുത്ത ഷോയ്ക്ക് പോവാം. അപ്പൊ അവിടെയും ഇത് എനർജി തന്നെ പെർഫോമൻസിൽ വേണം. അപ്പോഴാണ് ആൾക്കാർ ഇതിലോട്ട് തിരിയുന്നത്, കൂടുതൽ പിൽസ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ജസ്റ്റ് ഹൈപ്പ് അപ്പ് ആവാൻ വേണ്ടി. ഇങ്ങനെ ഈ പിള്ളേരെല്ലാം കാരണം ഇപ്പൊ മലപ്പുറം സൈഡ് ആണെങ്കിലും ഡാപ്സി, ബേബി ജീൻ, ഇവരെല്ലാവരും ട്രാക്ക് ഇറക്കി ഇവരെല്ലാം ഒരു നെക്സ്റ്റ് ലെവലിലോട്ട് എത്തിക്കുക. ഓക്കെ, സ്റ്റുഡിയോ വരുമ്പോൾ പോലും ആർട്ടിസ്റ്റുകൾക്കൊക്കെ പേടിയാണ്. ലൈക് ദേ നോ ദീസ് ഗൈസ്, ഇവർ ഭയങ്കര മെക്സിക്കൻ മറ്റേ ഗാങ്സ്റ്റേഴ്സ് ഒക്കെ ആയിട്ടാണ് വരുന്നത്. അവരൊക്കെ ഈ ലേബിൾസിന്റെ ഓണർ ഗാങ് ലീഡേഴ്സ് ഒക്കെയാണ്, വലിയ ഗാങ്സ്റ്റേഴ്സ് ഒക്കെയാണ് ഈ ലേബിൾസിന്റെ ഓണർ. സോ ഇത് ബ്ലണ്ട് റോൾ ചെയ്യുന്ന ആൾക്ക് തന്നെ ഒരാളെ ശമ്പളം കൊടുത്ത് നിർത്തിയിട്ടുണ്ട് റോൾ ചെയ്ത് കൊടുക്കാൻ. അവരെല്ലാം എക്സ്ട്രീമിസ്റ്റ് ആണ്. അത് ഇസ്ലാമും അക്സെപ്റ്റ് ചെയ്തില്ല. ഒരുത്തൻ എക്സ്ട്രീമിസ്റ്റ് ആയിട്ട് ഒരു സ്ഥലത്ത് നിന്നിട്ട് എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഹീസ് എൻ എക്സ്ട്രീമിസ്റ്റ്. പക്ഷെ അതിന് മീഡിയസ് 2 രീതിയിൽ എടുക്കും. ഇപ്പൊ ഇടയ്ക്ക് വെച്ച് കൊല്ലത്ത് ലേസിന്റെ പ്രശ്നമില്ല. അതൊരു മീഡിയ അടക്കണ്ടല്ലോ. അതാണ് ഇപ്പൊ തൊട്ടപ്പുറത്തുള്ള ജില്ലയിലൊരു സാധനം നടന്നത്, അത് മെല്ലെ കൊല്ലാക്കിയിട്ട് ഇതാണ് സംഭവം. അവര് ഹാഷ്ടാഗ് കൊടുക്കും കൊല്ലം. ബിക്കോസ് ഒരു കാര്യം വൈറലായ ഒരു കാര്യത്തിന് നല്ല ട്രാക്ഷൻ കിട്ടി. ഇവിടെ ഇസ്ലാം എക്സ്ട്രീമിസ്റ്റ് ഇവിടെ ബോംബ് ചെയ്തു, ഇവിടെ അത്രയും പേരിച്ചു. അതിടുമ്പോൾ ഭയങ്കര ട്രാക്ഷൻ കിട്ടുന്നു. അപ്പം അടുത്ത ന്യൂസും ഇതേപോലെ ഇടും. ബിക്കോസ് വി ഗെറ്റ് മോർ ട്രാക്ഷൻ ഔട്ട് ഓഫ് ഇറ്റ്. ഈ 24 ന്യൂസും എല്ലാ ചാനൽസും നമുക്ക് ഇവിടെ കൊല്ലത്തിലെ പ്രോബ്ലം, കൊല്ലം ഹാഷ്ടാഗ് ഇടും. കൊല്ലത്ത് 15 പേര് കല്യാണത്തിന് പപ്പടം കിട്ടിയില്ല, ചെറിയൊരു പ്രശ്നമായിരിക്കും. പിന്നെ കൊല്ലം മലപ്പുറത്ത് നടക്കുന്നുണ്ട്. പക്ഷെ അതിനത്ര ന്യൂസ് വാല്യൂ ഇല്ല. ചെറിയൊരു പ്രോബ്ലം കൊല്ലത്തത് എടുത്തു കാണിച്ച് അതിന് കൂടുതൽ ഇത് കിട്ടും. പിന്നെ നാടും അങ്ങനെയാണ്. കൊല്ലത്തെ ആൾക്കാരെന്ന് വെച്ചാൽ കുറച്ചും കൂടെ, കൊല്ലം എന്ന് പറയുന്നത് അത്ര വലിയ പാക്ഡ് ആയിട്ട് ഭയങ്കര വലിയ എക്സ്ട്രാ ഓർഡിനറി സംഭവങ്ങളൊന്നും അവിടെ ഇല്ല. വലിയ മോൾസോ അല്ലെങ്കിൽ വലിയ ഇതില്ല. പിന്നെ ആൾക്കാരും ഭയങ്കര ഇമോഷണലാണ്, ഭയങ്കര ഇമോഷണൽ സെൻസിറ്റീവാണ്. പെട്ടെന്ന് അവർ റിയാക്ട് ചെയ്യും. അങ്ങനെ ഒരുപാട് പേരുടെ ലൈഫ് അവിടെ സ്റ്റക്കായും പോകുന്നുണ്ട്, അതാരും അറിയുന്നില്ലെന്ന്. അപ്പൊ ഇങ്ങനെ ചെറിയൊരു പ്രശ്നം, 2 കാറ് രാവിലെ നമ്മളിങ്ങനെ റോഡിൽ കൂടെ പോവാം, 2 കാറ് വന്ന് ഒരു തട്ടി നാട്ടുകാരെ ഇടപെടും. അപ്പൊ ഇവിടുന്ന് 2 അമ്മമാര് വന്നിട്ട് എന്താ ഏട്ടാ പ്രശ്നം, എങ്ങനെ തട്ടിയെ, അവനാ റോങ് വന്നേ, മറ്റോ അവിടെ അവനെ സപ്പോർട്ട് ചെയ്ത് 2 പേരും കാണും നടക്കും. അപ്പൊ അതെങ്ങനെ വരും, കാശ് കൊടുത്തിട്ട് തീരുമാനിക്കണം. അങ്ങനെ ഇവരും അമ്മ പ്രശ്നവും. അപ്പൊ ഇവൻ നോക്കുന്നതെന്ന് വെച്ചാൽ ഞാനാണ് കൊല്ലത്തെ മെയിൻ, മറ്റവനും നോക്കുന്നത് ഞാനാണ് ഇവിടുത്തെ. അങ്ങനെ ഇപ്പൊ പറ്റൂലല്ലോ. എന്നിട്ട് ഇവര് തമ്മിൽ സംസാരിച്ച് സൈഡിൽ കൊണ്ട് ചേട്ടാ ഒരു 5000 രൂപ എടുത്ത് നമുക്ക് പോകാം. 5000 എടുത്തിട്ട് വന്നിട്ട് മറ്റവന്റെ ആ നാട്ടുകാരനെ വിളിച്ച് സൈഡിൽ കൊണ്ടുപോയിട്ട് ഒരു 3000 കൊടുക്കുക, 2000 ഉണ്ട്, നമുക്ക് 1000 വെച്ചെടുക്കാം. പ്രശ്നം തീർന്ന അവിടെ ഇവരെ അങ്ങ് സുഖം. ഇവർക്കൊരു പ്രശ്നമില്ല. അപ്പൊ ഈ കൊല്ലത്ത് കൂടുതലും അങ്ങനെ ഭയങ്കര ഇമോഷണലി റിയാക്ട് ചെയ്യും. ചെറിയൊരു പ്രശ്നമായിരിക്കും, പെട്ടെന്ന് റിയാക്ട് ചെയ്ത് കമ്പൊക്കെ എടുത്ത് അടിച്ച് പാറ്റിച്ച് പിന്നെ ജീവിതം പോലീസ് സ്റ്റേഷൻ ക്രിമിനൽ കേസ് അങ്ങനെ. പിന്നെ അവർ ആ ഒരു ഫ്ലോയിലോട്ട് അങ്ങ് പോകും മൊത്തത്തിൽ. കാര്യം വേറൊരു ലൈഫില്ല. ഒരു ചെറിയ കേസിൽ 5000 രൂപയ്ക്ക് കയറി തലയടിച്ചു പൊട്ടിക്കും. ഞങ്ങളുടെ നാട്ടില് 5000 രൂപ എടുത്ത് കഴിഞ്ഞാൽ തലയടിച്ചു പൊട്ടിക്കും. അങ്ങനെ ഉണ്ടായിരുന്നു. എല്ലാരും ഗുണ്ടാ ലിസ്റ്റിലൊക്കെ പേരൊക്കെയുണ്ട്. പുള്ളീനൊക്കെ വിളിച്ചോണ്ട് വന്നു കഴിഞ്ഞാൽ നിർത്തിയാ മതി, പ്രശ്നമില്ല, ആർക്കും അടിക്കണ്ട. പുള്ളിയൊക്കെ ഒരു 6 രൂപ തലയടിച്ചു പൊട്ടിച്ച പണ്ട് അറിയാതെ പുള്ളിയുടെ കയ്യിൽ നിന്ന്. പക്ഷെ പിന്നെ പറയും ഒരു പ്രശ്നമില്ല, ചേട്ടൻ എന്തിനാ ഇതിൽ ഇടപെടുന്ന, ചെറിയ പ്രശ്നമില്ല ഇങ്ങനെ. പിന്നെ അവിടെ എപ്പോഴും അങ്ങനെ പെട്ടെന്ന് എല്ലാരും അവിടെ മെയിനാ. കൊല്ലത്ത് എല്ലാരും മെയിൻ. അത് ഭയങ്കര പ്രശ്നമാണ്. കൊല്ലത്ത് ഭയങ്കര മെയിനാ. നമ്മള് 4 പേര് ബൈക്കിൽ പോകുമ്പം ഒരു ഇങ്ങനെ ഞാൻ അവിടെ, എനിക്ക് നാട്ടിൽ നിൽക്കാൻ ഈ അമ്മമാർക്ക് ഏറ്റവും ടെൻഷനാണ്. ഞങ്ങളുടെ നാട്ടിൽ അമ്മമാരാണ് ഏറ്റവും കൂടുതൽ ടെൻഷൻ. പോന്നാ പറയുന്നത്, നാട്ടിൽ നിൽക്കേണ്ടെന്നാ പറയുന്നത്. എന്നോടൊക്കെ പറയുന്നത് നീ പോ, നീ ഇവിടുന്ന് പോകും, എവിടുന്ന് വരുമെന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഞാനും നിങ്ങളും ഇപ്പൊ ഇവിടെ ഇരുന്ന് ഇങ്ങനെ സംസാരിച്ച് ചായ പിടിച്ചോണ്ടിരിക്കുമ്പോഴായിരിക്കും ഒരുത്തം വന്ന് വണ്ടി കൊണ്ട് നമ്മുടെ ഇടയിലോട്ട് ഇടിച്ചൊക്കെ വരുന്നത്. അപ്പോഴത്തേക്ക് നമ്മള് എന്തുവാടോ എന്താ അവൻ ചോദിക്കും. അപ്പോഴത്തേക്ക് നമ്മൾ റിയാക്ട് ആവും. ഇത് നീ എല്ലാം ഇങ്ങോട്ട് ഇടിച്ചിട്ട് നീ എന്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അടിപൊട്ടി. അങ്ങനെയാണ് അവിടുത്തെ മെയിൻ പ്രശ്നങ്ങളും. പക്ഷെ പൊതുവെ ഒരു സ്റ്റീരിയോടൈപ്പില്ലേ കൊല്ലം, ഐ മീൻ ഒരു ഭയങ്കര പൈസ ഭയങ്കര ഇതാണ്. അവരെ നടുക്കടലിൽ ഇട്ട് അവര് നീന്തി രക്ഷപ്പെടും കൊല്ലത്തുള്ളവർ. അവർക്ക് ഏത് ജില്ലയിൽ പോയി നിന്നാലും അവരവിടെ കളം പിടിക്കും. കൊല്ലത്തൊരാളെ കൊണ്ട് എറണാകുളത്ത് ഇട്ട് കഴിഞ്ഞാൽ നമ്മളൊരു 2 മാസം കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് അവിടുത്തെ ലോക്കൽ ടീമൊക്കെ ഇവന്റെ കമ്പനിക്കാർ ഇവന്റെ കമ്പനിക്കാർ ആ സെറ്റപ്പാണ്. അപ്പൊ അവര് കൊല്ലത്ത് ജീവിക്കണമെങ്കിൽ തന്നെ ഭയങ്കര
തല വേണം. കൂടെ നിൽക്കുന്നത് നമ്മളെ പറ്റിക്കും. എന്താ വിരുദ്ധം എന്ന് പറയും, നല്ല വിരുദ്ധനാണ്. അത്രയ്ക്ക് അവര് ഭയങ്കരമായിട്ട് നോക്കി നിൽക്കും. എന്നെ ഇവൻ പറ്റിക്കൂന്ന് അറിയാമെങ്കിൽ അതിന് മുന്നേ ഇവനെ ഞാൻ പറ്റിക്കും. അങ്ങനെ അങ്ങനെ ഒരു ചിന്ത അവിടെ ഉണ്ട്. എല്ലാരും അങ്ങനെ നമുക്ക് മാക്സിമം നഷ്ടം വരാതെ മറ്റവനെ കൊണ്ട് ചെയ്യിക്കുക, കൂടെ ഇരിക്കുക, എൻജോയ് ചെയ്യുക. അല്ലെങ്കിൽ പക്ഷെ അതേപോലെ തന്നെ ചത്തു കിടക്കുകയും ചെയ്യും. എന്ന് വെച്ചാൽ നമുക്കൊരു സീൻ വന്ന് പോലീസിനെ കൊണ്ടുപോയി ഇവന്റെ പേര് കേസ് ഉണ്ടെങ്കിൽ ഇവൻ അവിടെ വന്ന് നിനക്ക് വേണ്ടി വന്ന് സംസാരിക്കുന്നവരെ എനിക്കറിയാം. 10 രൂപ കയ്യിലുണ്ടെങ്കിൽ 10 രൂപയ്ക്ക് നിനക്ക് ചായ മേടിച്ചെന്നിട്ട് അവൻ മിണ്ടാതെ നിൽക്കുന്നവരെ എനിക്കറിയാം. എനിക്ക് വേണ്ട, നീ കുടിക്ക്, പട്ടിണിയാണെങ്കിൽ പട്ടിണി, കൂടെ ഉണ്ടെങ്കിൽ കൂടെ, എല്ലാ പരിപാടിക്കും കൂടെ നിന്നോളൂ. ഒരു തല്ലാണെന്ന് പറഞ്ഞാൽ പോലും ആ നിൽക്കുന്നത് ഈ ഫ്രണ്ടി 5 പേരും കൊല്ലക്കാരായിരിക്കും. അവന്മാരെന്തായാലും ഇടിക്കാൻ നിൽക്കും. പക്ഷെ ബാക്കി കൂടെ നിൽക്കാന്ന് പറഞ്ഞവരെല്ലാം ഒളിച്ചൊടിക്കാണ്. പക്ഷെ ഇവന്മാർ നിൽക്കും കൂടെ, മരിക്കുന്നവരെ കൂടെ നിൽക്കും. അത്രയ്ക്ക് ഇമോഷണലി ഭയങ്കര അറ്റാച്ച് ആയി കഴിഞ്ഞാൽ അത്രയ്ക്ക് സ്നേഹമുള്ളവരുമാണ്. നല്ല ഫുഡുമാണ്. അതൊന്നും ആരും അങ്ങനെ പറയാറില്ല. കൊല്ലത്തെ ഫുഡും നൈസ് ഫുഡാണ്. നല്ല സ്പൈസി ഭയങ്കരമാണ്. മീൻകറിയൊക്കെ ചുമക്കനാണ്. ഞാനും ഇവരും ഇപ്പൊ അടുത്ത് കഴിഞ്ഞ 2 വർഷം മുമ്പ് അല്ലെ, ഞങ്ങള് ഫ്രണ്ട് ഉണ്ട് കൊല്ലത്ത്, നമ്മള് ജസ്റ്റ് യാത്രക്ക് ചെയ്ത് അവര് വീട്ടിൽ പോയിട്ട് നല്ലൊരു മുളകിട്ട മീൻകറി, അടിപൊളി മീൻകറിയൊക്കെ കഴിച്ച് നല്ല ഹോസ്പിറ്റാലിറ്റി ചെയ്തത്. പിന്നെ ഒരുപാട് പേര് ഗൾഫിലോട്ടൊക്കെ പോകുന്നത് കൊല്ലക്കാരാണ്. അപ്പം അങ്ങനെ ഒരു സ്റ്റീരിയോ ടൈപ്പ് വന്നിട്ടുണ്ട്. കൊല്ലക്കാർ കൂടുതൽ, നമ്മൾ ഒരു വിഭാഗം കൂടുതൽ എത്തുമ്പോൾ ഉറപ്പായിട്ടും പ്രശ്നങ്ങൾ വരുമ്പോൾ ഈ കൂടുതലുള്ള വിഭാഗത്തെ ക്വസ്റ്റ്യൻ ചെയ്യും. അപ്പൊ അവര് ജീവിക്കാൻ ബെസ്റ്റാണ്. പിന്നെ ഇതിനെ സത്യം എന്ന് വെച്ചാൽ എല്ലാ നാട്ടിലും ഉണ്ട്. പക്ഷെ എങ്ങനെ എന്തെങ്കിലും ചെറിയൊരു പ്രശ്നം വരുമ്പോ കൊല്ലക്കാര് അങ്ങനത്തെ അത് അവര് മറ്റേ റീൽസും ട്രോളും എല്ലാം ഇതിനെ കളിയാക്കി. ഇപ്പൊ തൃശ്ശൂർക്കാര് ആനപ്പിണ്ടം എടുത്ത് ബാഗ് വെച്ചോണ്ട് അങ്ങനെ പറഞ്ഞത്. കോഴിക്കോട് പാരച്യൂട്ടിന് എന്താ കോഴിക്കോട് മറ്റേ ചെന്നിട്ട് മറ്റേ താഴെ ഇതൊക്കെ 10 കോഴിക്കോട് മലപ്പുറത്ത് ഫുട്ബോൾ ഓരോ അടിച്ചേൽപ്പിക്കപ്പെട്ട ഓരോ കാര്യങ്ങൾ. പക്ഷെ ഇത് ഒരു രസകരമായിട്ട് എടുക്കാവുന്ന കാര്യമാണ്. ചില ആൾക്കാർ സീരിയസ് ആക്കി എടുത്തിട്ട്. പണ്ട് നമ്മുടെ ഒരു ഫ്രണ്ട് ഇവിടെ ഞങ്ങളിങ്ങനെ ഒരു പാട്ട് പാടി കിടന്നുറങ്ങി കഴിഞ്ഞപ്പോ രാത്രിയാവാൻ വന്നിട്ട് ഒരു പാർട്ടിയുടെ ഇടയിൽ പാട്ട് പാടി സീരിയസ് ആയിട്ട് ഞങ്ങളെ തോണ്ടി ഉണർത്തിയിട്ട്, ബ്രോ ആ പാലക്കാടിനെ പറ്റി പറഞ്ഞ സീരിയസ് ആയിട്ടാണോ? അതേപോലെ ട്രിവാൻഡ്രം കൊല്ലം സൈഡിൽ നമ്മൾ സംസാരിക്കുമ്പോൾ ഒരുപാട് ചീത്ത യൂസ് ചെയ്യും. ഞങ്ങള് അത് ഭയങ്കര ഫ്രണ്ട്ലി മാനറാണ്. അപ്പൊ നമ്മളിങ്ങനെ കട ചെല്ലുമ്പോഴാണ് വിളിച്ചിട്ടാ ചെല്ലുന്നത്. പക്ഷെ കോഴിക്കോട് ആ സൈഡിലൊന്നും ഇങ്ങനത്തെ ചീത്ത വിളിച്ചിട്ടില്ല. അപ്പൊ നമ്മള് അത് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട്. ഞങ്ങളെ ഫസ്റ്റ് റൂമില് കോട്ടയം ഇവർക്ക് ഇത് നോർമൽ. കേരള ആ സൈഡില് ഇത് ഭയങ്കര ചീത്ത, അങ്ങനെ ആരും വിളിക്കാറില്ല. അപ്പൊ നമ്മുടെ കൂടെ താമസിക്കുമ്പോഴും ഒരുത്തുണ്ടാവും. ഞങ്ങളിങ്ങനെ ചെറിയ പാർട്ടിയൊക്കെ എടുക്കുന്ന സമയത്ത് ഇതേപോലെ കോട്ടയത്തുള്ള എന്തോ പറഞ്ഞു മറ്റവരെ പറഞ്ഞു, കോഴിക്കോട് ഇവ രാത്രി ഇവൻ ഫുള്ള് മറ്റേ ഇങ്ങനെ നിന്നിട്ട് എന്തെങ്കിലും പറയണം, മുഖത്തൊക്കെ പറയണം, ചീത്തയൊക്കെ വിളിച്ചിട്ട് അവൻ എന്തിനാ എന്നെ ചീത്ത വിളിച്ചൊക്കെ. അപ്പൊ ഞാൻ പിന്നെ എടാ ഇത് നോർമൽ. ഞാൻ ചോദിച്ചു എങ്ങനെ അവൻ വിളിച്ചത്, ക്ലിയർ ആയിട്ടാണോ വിളിച്ചത് അതോ സ്നേഹത്തോടാണോ? അതൊന്നും എനിക്കറിയില്ല, അവൻ അങ്ങനെ വിളിച്ചത് മോശമായി പോയെന്നൊക്കെ. അപ്പോഴാണ് ഞങ്ങൾ അവനോട് പറഞ്ഞു. പിന്നെ 2 കൊല്ലം കഴിഞ്ഞപ്പോ അവനെ ഞങ്ങളുടെ വിട്ടാ ചീത്ത വിളിച്ചാൽ നോർമൽ ഇതായി മച്ചാന്നൊക്കെ വിളിക്കണ. അവള് കാസർഗോഡ് നിന്നായിട്ട് പോലും അവള് ഇതേപോലെ സംസാരിക്കുമ്പം കറക്റ്റ് ഭാഷ അവരുടെ ഭാഷയിൽ തന്നെ സംസാരിച്ചു പോയത്. ഇപ്പൊ എന്റെ കൂടെ കൂടി ഇവക്ക് ചീത്തയാണോ അല്ലയോ എന്നറിയില്ല. ഞാൻ ഇങ്ങനെ എപ്പോഴും പറഞ്ഞറിഞ്ഞ് ഇവളിപ്പോ ആരോടെങ്കിലും സംസാരിക്കും, ഇവള് അറിയാതെ ഇങ്ങനെ പറയും. അപ്പൊ എന്നിട്ട് ഞാൻ പറയും നല്ല വ്യത്യാസമാണ്. എന്റെ ഫ്രണ്ട്സ് ഒക്കെ പറയും നീ കാരണം പെങ്കൊച്ചു ഇപ്പൊ പക്ഷെ അത് അവിടുത്തെ ഒരു കൾച്ചറാണ്. എനിക്ക് ഈ ചുരുളി വന്ന സമയത്ത് അവക്കൊന്നും മനസ്സിലാവുന്നില്ലായിരുന്നു. എനിക്ക് മറ്റേ നാട്ടിൽ എത്തിയതല്ല, അതങ്ങനെ അവിടെ അത്രയ്ക്ക് നോർമലായിരുന്നു. എനിക്കിങ്ങനെ മമ്മിയുടെ വീട്ടിലൊക്കെ അവർക്ക് ഇങ്ങനെ ചുമ്മാ പറയും, ഇങ്ങനെ വെറുതെ ഒക്കെ ചീത്ത പറയും. ഞാനൊക്കെ ഇങ്ങനെ മമ്മി എടുത്തപ്പോ മമ്മി ഇതെന്താ മമ്മി അങ്ങനെ പറയുന്നത്, നീ പറയുന്നത് അങ്ങനെ പറയും. എന്റെ ഒരു ഫ്രണ്ടിന്റെ ഗ്രാൻഡ് മദർ
പേരക്കുട്ടികളൊക്കെ ഇത് വെട്ടി കുത്താകൂട്ടിയെ വിളിക്കുക. ട്രിവാൻഡ്രം സൈഡും കൊല്ലം സൈഡ് അങ്ങനെ അവര് ചീത്ത വിളിക്കുന്നതില് ചീത്ത ഒരു ലാളിത്യം. അത് ദേവ കൊണ്ടാണോ എന്താ പറയാ പന്നപ്പൂ ഇങ്ങനെ അത് സംഭവം അത് ഭയങ്കര ഇഷ്ടമാണ് ഈ യൂട്യൂബിലും ഈ റീൽസിലൊക്കെ. അത് കൊല്ലാണോ? അല്ലല്ല അത് കൊല്ലമാണോ ഏരിയ. പക്ഷെ അവിടെ ഇതൊക്കെയാണ്. പിന്നെ ഈ ഗ്യാങ് വാർസ്, പൊളിറ്റിക്കൽ വാർ, പൊളിറ്റിക്കൽ ഇഷ്യൂസ് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ നോർത്ത് കേരളയിലാണ് തോന്നുന്നു. പക്ഷെ ഇവിടെ കൂടുതലും ഗ്യാങ് വാർസ് ആണ്. പല ഗ്യാങ്ങുകൾ തമ്മിലുള്ള എല്ലാരും മെയിനാ. അതുകൊണ്ട് പകുതി പ്രശ്നം സോൾവ് ആണെങ്കിൽ ഒരു ടീം താന്നു കൊടുക്കണം. അതാര് താന്നു അതങ്ങ് വലിയ വിഷയമാവും. ചെറിയ വിഷയങ്ങളൊക്കെ ആയിരിക്കും, അതൊക്കെ വലിയ വിഷയം. അവസാനം പാർട്ടികളൊക്കെ ഇടപെട്ട് റോഡിന്റെ അടുക്ക് രണ്ട് ഭാഗത്തുനിന്ന് വന്ന് നിന്ന് സംസാരിച്ച് അങ്ങനെ അങ്ങനെ അത്രയ്ക്ക് വലിയ വിഷയങ്ങൾ, അത്രയ്ക്ക് വലിയ വിഷയമാണ്. എനിക്ക് ഓർമ്മയുണ്ട് അവിടെ ഞാൻ നാട്ടിൽ നിൽക്കുമ്പോൾ, ഞാൻ ഒരു കൊല്ലം നാട്ടിൽ നിന്ന്, ഞാൻ കൂടുതലും അങ്ങനെ നാട്ടിൽ നിൽക്കാറില്ല. പക്ഷെ നാട്ടിൽ നിന്ന് കഴിഞ്ഞാൽ ഇതാണ് പ്രശ്നം. ഞങ്ങളിവിടെ പാർട്ടിയൊക്കെ കൂടിയിട്ട് ഇങ്ങനെ ബൈക്കിൽ വന്നപ്പോൾ നമ്മുടെ ഒരു കൂട്ടുകാരൻ സ്കൂട്ടറിലാണ്, നമ്മളെല്ലാം ബൈക്കിലാണ്. അപ്പോൾ വേറൊരു 4-5 ബൈക്കിൽ കുറെ ചെക്കന്മാർ ഇങ്ങനെ പോകുന്നുണ്ട്, ഞങ്ങൾ കണ്ടു. അപ്പോൾ ഞങ്ങൾ ഇവന്മാരെ ഇങ്ങനെ വിട്ടങ്ങ് പോയി. മറ്റേ നമ്മുടെ സ്കൂട്ടറിൽ വരുന്ന പിരിക്കാ വന്നത്. അപ്പൊ ഇവന്മാര് മറ്റേ ടീമിനെ കണ്ടപ്പോ ഇവന്മാര് ബൈക്കൊക്കെ ഒന്ന് പൊട്ടിച്ചൊക്കെ കാണിച്ചു, ഞങ്ങളാണ് ഇവിടുത്തെ എന്നുള്ള സെറ്റപ്പ് കാണിച്ചിട്ട് ഇവന്മാര് വിട്ട്. ഞാനൊരു ബൈക്ക് ഓടിച്ചു പോവാ. എന്നിട്ട് ഞങ്ങൾ അങ്ങ് എത്തിക്കഴിഞ്ഞപ്പോഴാണ് ഫോൺ വരുന്നത്, മറ്റേ സ്കൂട്ടറി ഓടിച്ച്. അവൻ വിളിച്ചിട്ട് കേട്ടോ നീയൊക്കെ പോയി അവന്മാരെന്തേ വഴിയൊത്ത് റോഡ് വരും. അപ്പോഴത്തേക്ക് ഇവന്മാര് മൊത്തം ബൈക്ക് കയറിയടാന്ന് പറഞ്ഞു. തിരിച്ചു വന്നു. അപ്പോഴത്തേക്കും ഞങ്ങൾ നോക്കുമ്പോ ഇവന്മാർ അവിടെ നിന്ന് ഇറങ്ങി വരുന്നേ ഉള്ളൂ. ബൈക്ക് കൊണ്ട് വന്ന് എല്ലാവരും ക്രോസ് ഇട്ട് അത് നിന്തറക്കുക എന്ന് പറഞ്ഞ സംസാരം തുടങ്ങി. ബഹളമായിട്ട് മറ്റേ സ്കൂട്ടറുകൾ ഇപ്പോഴും വന്നിട്ടില്ല, അവൻ വരുന്നേ ഉള്ളൂ. അവൻ വന്നിട്ട് പറഞ്ഞ എൻ്റെ ബൈക്കിലൊക്കെ വന്ന് സ്കൂട്ടറിലൊക്കെ ഇവന്മാർ വണ്ടിയിട്ട് തട്ടുകയൊക്കെ ചെയ്തു. പിന്നെ ഈ വിഷയം അങ്ങ് വലിയ വിഷയം. അപ്പോഴത്തേക്ക് വേറൊരുത്തവൻ ഇത് അറിഞ്ഞു വന്നു. അവൻ കാറി വന്ന് ഇവന്മാരെന്തോ മറ്റേ ബ്രോസ്റ്റഡ് ചിക്കനും കണ്ട് തിന്നാൻ പോകുന്ന പിള്ളേരെ, കൊച്ചു പിള്ളേരാട്ടോ കണ്ടു കഴിഞ്ഞുള്ളൂ. ഇവന്മാര് മറ്റേ കടയിരുന്ന് തിന്നോണ്ടിരുന്നപ്പോഴത്തേക്ക് കടയിലോട്ട് ഇടിച്ചു കയറി അവിടെ ചെന്ന് പാത്രമെല്ലാം വലിച്ചിട്ട് ബഹളമായി. ഇത് വലിയ വിഷയമായി, പോലീസ് കേസ് എത്തുന്നുള്ള സെറ്റപ്പായി. അവസാനം പിന്നെ ആരൊക്കെയെ വിളിച്ച് ചേട്ടന്മാരെയൊക്കെ കൊണ്ടുവന്ന് സംസാരിച്ച് സോൾവ് ചെയ്ത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ റോഡ് സൈഡിൽ കൂടെ ബാറിൽ നിന്ന് പോയപ്പോൾ ഫക്ക് കാണിച്ച് ഒരു വണ്ടി റോങ് സൈഡിൽ കയറിയാണ്. ആ വണ്ടി തിരിച്ചു വന്ന് ക്രോസ് നിർത്തി അവന്മാരുടെ ആൾക്കാർ വന്ന്, ഈ ബൈക്കിൽ പോയവന്മാരുടെ ആൾക്കാർ വന്ന് ആ റോഡിൽ കിടന്ന് തൂത്തുറക്കി. ഈ ഇടയ്ക്ക് കണ്ടില്ലായിരുന്നു ബസ്സിൽ 2 പേര് പട്ടിക്കുഞ്ഞ് അതിന്റെ വീഡിയോ ഉണ്ട്. അടിക്കുന്ന വീഡിയോ ഉണ്ട്. ആ പിള്ളേര് സ്കൂൾ പിള്ളേരെ അടിക്കുന്നു, ആ 2 അവന്മാരെ സ്കൂൾ പിള്ളേർ അടിച്ച് അടി കാണണം അതിനകത്ത്. എന്നെ അടി അടിക്കുന്നത് എന്താണത് അത്രയ്ക്ക്. പിന്നെ ആൽക്കഹോൾ അബ്യൂസ്, ഡ്രഗ് അബ്യൂസ്, അത് ഭയങ്കരമായിട്ട് കൊല്ലത്ത് ഭയങ്കരമായിട്ട് ഇതാണ്. കൊല്ലം എപ്പോഴും ആൽക്കഹോൾ സെയിൽസിൽ ഫസ്റ്റ് 1, 2, 3 റാങ്കിങ്ങിൽ എപ്പോഴും ഉള്ള ഓണം ക്രിസ്മസ് അത് തന്നെ പ്രൊമോട്ട് ചെയ്യുന്ന തന്നെ കേരള ഗവൺമെന്റ് ഏറ്റവും വലിയ മിസ്റ്റേക്കാണ്. ഈ ന്യൂസ് ചാനൽസ് അത്രയും വലിയ ആൾക്കാർ ഇങ്ങനെ പറയുന്നത് കൊല്ലത്ത് കള്ളുപിടിക്കുമ്പോഴും നമുക്ക് കേട്ട ഫസ്റ്റ് അടിക്കണം. ഇവിടെ ഇപ്പം നമ്മൾ കാണത്തില്ല, ഇവിടെ മദ്യം സൂപ്പർ മാർക്കറ്റിലൊക്കെ ഉണ്ട്. ആരും അങ്ങനെ അബ്യൂസ് ചെയ്ത് ചാവുന്നില്ല. എനിക്ക് കുടിക്കണം. നാട്ടിലെങ്ങനെയാന്ന് വെച്ചാൽ എനിക്ക് കുടിക്കണം, എനിക്ക് കൂടുതൽ അടിക്കണം, 2 കൂടെ എനിക്ക് ബോധം പോയാലും തോറ്റു കൊടുക്കൂല. അതായത് പറ്റൂല, മറ്റേ എനിക്ക് മടിയായി എങ്കിൽ പോലും എല്ലാരും അയ്യ നീ അടുത്ത വഴി ഇത് ഈ ഒരു സംഭവം ഭയങ്കര ക്ലാസി ആയിട്ട് കാണും. ഞാൻ ഏറ്റവും കൂടുതൽ മദ്യം കുടിക്കും. എത്രയോ ആൾക്കാർ ലിവർ ഫെയിലിയറിലാണ് മരിക്കുന്നത്. ഇതിന്റെ ഒരു ഡേറ്റ പുറത്തെടുക്കണം. കേരളത്തിൽ ലിവർ സിറോസിസ് വന്ന് മരിക്കുന്നവരുടെ ഒരു ഡേറ്റ എടുത്തു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ഹ്യൂജ് ലിസ്റ്റ്. ഗവൺമെന്റ് പുറത്ത് പറയത്തില്ലെന്നേ ഉള്ളൂ. ബിക്കോസ് കേരളത്തിന് വലിയൊരു എമൗണ്ട് ഓഫ് മണി വരുന്ന ബിവറേജ് ഏറ്റവും കൂടുതൽ ഇത് പ്രൊമോട്ട് ചെയ്യുന്നത് ഈ ന്യൂസ് ചാനൽസ്. ഈ വട്ടത്തെ ഈ വട്ടത്തെ ഓണത്തിലെ ഏറ്റവും നമ്പർ 1 ബിവറേജ് ആയിട്ട് ഇവര് കൊല്ലത്തെ ചടയമംഗലമാണ് ഏറ്റവും വലിയ. ഇത് ഈ മദ്യലഹരി, ഇതിന്റെ മദ്യം കൂടെ അടിച്ചിട്ടാണ് റോഡിൽ കൂടെ പോകുന്നതും ബൈക്ക് ഓടിക്കുന്നതും കാർ ഓടിക്കുന്നതും. ഇത് കാരണം പിന്നുണ്ടാവുന്ന മറ്റേ 2 എനിക്കൊന്ന് ഈസ്റ്ററോ ക്രിസ്മസ് ഏതോ ഒരു ടൈമിലാണ് ഒരു കാറിൽ ഒരു പെണ്ണും ഒരു ചെക്കനും കൂടെ വന്നിട്ട് ഒരു 2 പേരെ ഇടിച്ചിട്ട് എന്നിട്ട് വണ്ടി അവരുടെ മേളിൽ കൂടെ കയറ്റി. അതൊരു വലിയ വിഷയം. ചെറിയൊരു തട്ടായിരുന്നു അത്. കാര്യം എന്താ, ഇവൻ കള്ളു കുടിച്ചപ്പോ ആ പെണ്ണ് പറഞ്ഞു വണ്ടി ഇടുന്നു. ആ വണ്ടിയുടെ അടിയിൽ ആ പെണ്ണ് കിടക്കുക. അപ്പൊ അതിന്റെ മേളിൽ കൂടെ കയറ്റി എടുത്തോളൂ. ഇതെല്ലാം അവിടെ നടക്കുന്നുണ്ട്. ആൾക്കാരുടെ മൈൻഡ്, നമ്മൾ ഈ മദ്യത്തിന് അഡിക്റ്റ് ആയവരോ അല്ലെങ്കിൽ ഡ്രഗ്സിന് അഡിക്റ്റ് ആയവരോ ഒരിക്കലും അവരുടെ മൈൻഡിൽ അവർ മനസ്സിലാക്കില്ല ഞാൻ ചെയ്യുന്നത് തെറ്റാണ്. ഇപ്പൊ കഞ്ചാവ് അടിക്കുന്നത് തന്നെ
കഞ്ചാവ് യൂസ് ചെയ്യുന്നവർ പറയും ഇത് ഭയങ്കര പീസ്ഫുൾ സംഭവമാണ്. ഞാൻ പീസ്ഫുൾ ആയിട്ടാണ് ചെയ്യുന്നത്, ഇറ്റ്സ് മെഡിസിൻ എന്നൊക്കെ പറയും. പക്ഷെ അവർ പോലും അറിയാതെ അവർ പെട്ടെന്ന് ചെറിയ കാര്യത്തിന് ആങ്കർ ആവുന്നുണ്ട്. അവരറിയുന്നില്ല. അവർ സോബറായിട്ട് നിൽക്കുമ്പോഴും അവർ ചെറിയ ചെറിയ കാര്യത്തിന് പെട്ടെന്ന് ആങ്കറാവും, പെട്ടെന്ന് ട്രിഗറാവും. ഈ സംഭവം ഇവർ പോലും അറിയാതെ പോകുന്നത്. അപ്പം ഇതിൻ്റെ യൂസേജ്, പ്രത്യേകിച്ച് ആൽക്കഹോളും അബ്യൂസും, ഒരുപാട് ആൾക്കാർ മരിക്കുന്നുണ്ട്. അത് ആൽക്കഹോൾ കുടിച്ച് ബൈക്ക് പോയി ഇടിച്ചു മരിക്കുന്നവരുണ്ട്. അങ്ങനെ കേരളത്തിൽ ഈ ഒരു കൾച്ചർ മാറണം. ഫ്രീ ആയിട്ട് ആൾക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റണം. എന്നുവെച്ചാൽ മദ്യം ആണെങ്കിൽ നമുക്ക് എടുക്കാം. അല്ലാതെ ബിവറേജ് 9 മണിക്ക് അടയ്ക്കുമെന്ന് പറഞ്ഞ് ബിവറേജ് 9 മണിക്ക് അടയ്ക്കും, അതുകൊണ്ട് 6 മണിക്ക് അടിച്ച് തീർത്ത് ഇനിയും പോയി എടുത്തേ പറ്റൂ. എനിക്ക് 8 മണിക്ക് മുമ്പ് പോകണം, അവിടെ ക്യൂ ഉണ്ടാവും, അയ്യോ റിസ്ക്, കള്ളെടുക്കാൻ പോകണം, അതെടുക്കുന്നു. അപ്പൊ ഇതിന്റെ ഓട്ടത്തിൽ തന്നെ എത്ര പേര് വീഴുന്നുണ്ടെന്നറിയും. പോകുന്ന വഴിക്കാണ് അടിച്ചു കെട്ടായിട്ട് വണ്ടി എടുത്തു പോവാ. ഇതൊക്കെയാണ്. പിന്നെ ഇതൊക്കെ മാറണം സത്യം പറഞ്ഞാൽ കേരളത്തിലെ. ഇപ്പൊ ഒരുപാട് ആൾക്കാർ പുറത്തോട്ട് പോകുന്നത് ബെറ്റർ ലൈഫ് ക്വാളിറ്റി, ബെറ്റർ ഫ്രീഡം. പക്ഷെ അവരാരും എനിക്ക് തോന്നുന്നില്ല ഇത്ര അബ്യൂസീവ് ആവുന്നുണ്ട്. നാട്ടിലുള്ളവർ അത്ര അബ്യൂസീവ് ആവുന്നില്ല. കാര്യം അവർക്ക് വേണമെങ്കിൽ അവർക്കറിയാം എൻ്റെ പൈസ ഉണ്ട്, എനിക്ക് വേണമെങ്കിൽ ഇതിൽ 5 കുപ്പി എടുത്ത് ഒളിച്ചും പാത്തും ചെയ്യേണ്ട ആവശ്യമില്ല. 5 കുപ്പി എടുത്ത് വെച്ച് എനിക്ക് വേണമെങ്കിൽ അടിക്കാം. പക്ഷെ എനിക്ക് അതിന്റെ ആവശ്യം എന്തോ, അങ്ങനെ അവർ ആലോചിക്കുന്നുണ്ട്. എനിക്കെന്താ അതിന്റെ ആവശ്യം എന്തിനാ 5 കുപ്പി അടിക്കാം. മറ്റേന്ന് വെച്ചാൽ 2000 രൂപ ഉണ്ടെങ്കിൽ 2000 രൂപ അടിയാ. അതുകൊണ്ട് നമുക്ക് വേണ്ടിയപ്പോൾ ഒരു ചിരി മേടിക്കോ, അടിക്കോ, 2 ഫ്രണ്ട്സായിട്ട് വീക്കെൻഡ് ചില്ലിയോ. അപ്പോൾ കുറച്ചും കൂടെ കൾച്ചർ, അത് ബിക്കോസ് സൊസൈറ്റി മാറുന്നതുകൊണ്ടാണ്. നമ്മളിവിടെ വരുമ്പോൾ ഇവിടുത്തെ ആൾക്കാരെ കാണുന്നു, അവരെങ്ങനെ കള്ളു കുടിക്കുന്നു, അവരെങ്ങനെ ഒരു റെസ്റ്റോറൻറ്റിൽ പോയിരുന്ന് ഫുഡ് തിന്നുന്നു, ചില്ല് ചെയ്യാൻ വേണ്ടിയാണ്, എൻജോയ് ചെയ്യാൻ വേണ്ടിയാണ് ഈ കാര്യങ്ങളൊക്കെ ഉള്ളത്. ഭാര്യനെ തല്ലാൻ വേണ്ടിയിട്ടല്ല. അല്ല, സത്യം. അത് അബ്യൂസീവ് ആവുന്നേ. നമ്മൾ അടിച്ചടിച്ച് നമ്മുടെ ബ്രെയിൻ തന്നെ നമ്മൾക്ക് പോലും പിടിച്ചു നിർത്താൻ പറ്റാത്ത റിയാലിറ്റിയിലൊക്കെ എത്തും നമ്മൾ. അത് ആ ഒരു റിയാലിറ്റി കൂടെ പോകുമ്പോഴാണ് ഈ സിന്തറ്റിക് ഡ്രഗ്സും അങ്ങനെയാണ്. നമ്മൾ അതെങ്ങനെ ഇറങ്ങുന്നു അതിന്റെ ഈ മറ്റേ ബാംഗ്ലൂരിൽ നിന്ന് വല്ലതും 10 ഗ്രാമും കൊണ്ടുവരുന്നവനെ പിടിച്ച് എക്സൈസ് എല്ലാം നിന്ന് 15 പേര് എക്സൈസ് എസ് ഒക്കെ നിന്നു. ഞങ്ങൾ ഭയങ്കര ഓപ്പറേഷൻ ആയിരുന്നു 15 ഗ്രാം എംബടി. എടാ എന്നാ പിന്നെ ഈ കൊടുത്തവനെ പിടിക്കുക. 1000-10,000 ഗ്രാമൊക്കെ മെത്ത് ലാബുകൾ വർക്കാവുന്നുണ്ട് ബാംഗ്ലൂരൊക്കെ. മെത്ത് ലാബുകളുണ്ട്. എന്ത് ഈ ലാബുകൾ തകർക്കാത്ത കാര്യം ലോക്കൽ പോലീസിന് അവന്മാര് പൈസ കൊടുക്കുന്നുണ്ട്. നമ്മൾ കേൾക്കാറുണ്ട് 1000 കിലോ കഞ്ചാവ് പിടിച്ചു. ഈ 1000 കിലോ എന്ന് പറയുന്ന 1020 കിലോ ആണായിരിക്കും ചിലപ്പോ. 20 കിലോ എക്സൈസും പോലീസും മാറ്റി വെക്കും. എന്നിട്ട് 50 ഗ്രാമോ അല്ലെങ്കിൽ 20 ഗ്രാമിന് കഞ്ചാവ് വെച്ചെടുത്തവനെ പിടിക്കും. ഒരു ചെക്കനെ പിടിച്ചെന്ന് വെച്ചു, അവനോട് പറയും നീ എനിക്കൊരു 1.5 ലക്ഷം രൂപ പറഞ്ഞാൽ കേസിന് ഇപ്പോൾ നിന്നെ ഇറക്കിവിടാം, അല്ലെങ്കിൽ നിന്റെ പേരിൽ 10 കിലോ കഞ്ചാവ് നിന്റെ തലയിൽ വെക്കും. അപ്പൊ ഇവൻ പറയും സാറേ എൻ്റെ കയ്യിലില്ല. അപ്പൊ എന്ത് ചെയ്യും, ആ ഒളിപ്പിച്ച് വെച്ച 10 കിലോ ഇവന് വെച്ചു കൊടുത്തിട്ട് ഇവന്റെ ഫോട്ടോ എടുപ്പിച്ചു കൊടുക്കും. ആ ചെറുക്കന്റെ ജീവിതം അവിടെ തീർന്നു. ഇത് നാട്ടിൽ സംഭവിക്കുന്നുണ്ട്. എക്സൈസും പോലീസും ഇൻക്ലൂഡിങ് ഇത് നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. ഇവരൊരിക്കലും 20 കിലോ കഞ്ചാവ് എടുത്തിട്ട് മറിച്ച് വിൽക്കൊന്നുമല്ല. ഇവർ ഇതിനാണ് ഉപയോഗിക്കുന്നത്. എന്നിട്ട് ഫോട്ടോ എടുത്ത് പത്രത്തിൽ വിട്ട്, പിന്നെ അന്ന് ഒരു ഇടയ്ക്ക് വെച്ച് വൈറലായ ഒരു സീനുണ്ട്. ഒരു കഞ്ചാവ് ഇട്ട് ഒരു ചെക്കനെ പിടിച്ചിട്ട് അവരോട് വെച്ച് മറ്റേ റിപ്പോർട്ടർ വന്നിട്ട് ചോദിച്ചാൽ ഇനി എന്താ പരിപാടി, ഇതൊക്കെ തന്നെ, അല്ലാതെ ഇതിൽ നിന്ന് ഇനി ഒരു എസ്കേപ്പ് ഇല്ല. എവിടെ ചെന്നാലും സൊസൈറ്റി ഇമേജ് കൊടുത്തല്ലോ. എവിടെ ചെന്നാലും അവനൊരു ജോലിക്ക് അപ്ലൈ ചെയ്താൽ പോലും നമ്മൾ ജോലിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ചോദിക്കില്ല ക്രിമിനൽ കേസസ് വല്ലതും ഉണ്ടോ. അപ്പൊ ഇത് നമ്മൾ പറഞ്ഞേ പറ്റൂ കേസ് ഉണ്ടായിരുന്നു. ഇത് കേസ് വെറുതെ വിട്ടെന്ന് പറഞ്ഞാലും എങ്ങും എടുക്കത്തില്ല, ജോലിക്ക് എടുക്കത്തില്ല. അങ്ങനെ സ്റ്റക്കായി അവന്മാര് പിന്നെ സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങുന്നു, കഞ്ചാവ് ബിസിനസ് തുടങ്ങുന്നു, എവൻച്വലി ഗുണ്ടായിസം തുടങ്ങുന്നു, കാശിന് വേണ്ടി എന്ത് പരിപാടിയും ചെയ്യും, ആരെ വേണമെങ്കിൽ കൊല്ലും. അത് ഈ ക്രിമിനൽസിനെ വളർത്തിയെടുക്കുകയാണ് സൊസൈറ്റി. അല്ലാതെ അവരെ റിഹാബ് ചെയ്ത് സെറ്റാക്കി കാര്യങ്ങൾ മനസ്സിലാക്കി ഒരു ഫസ്റ്റ് ടൈം ഒഫൻഡർ എന്ന നിലയ്ക്ക് അത് വിട്ടുകൊടുത്ത് സെക്കൻഡ് ടൈം ഒഫൻഡ് ചെയ്യുമ്പം അതിനും അവന് കറക്റ്റായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷണൽ ഒരു പ്രോപ്പറായിട്ട് ഐഡിയാസ് ഒക്കെ കൊടുത്ത് സെറ്റാക്കി എടുത്ത് പിന്നെ അവനെ സൊസൈറ്റിയിലോട്ട് വിടണം. അതാണ് ഇപ്പൊ നോർവേയോ ഫിൻലാൻഡോ ഇവിടൊക്കെ അവര് ജയിൽ സിസ്റ്റം നമ്മുടെ നാട്ടിലെ ജയിൽ അങ്ങനെ ഒന്നുമില്ലല്ലോ. ജയിലിൽ പോയി കഴിഞ്ഞാൽ പിന്നെ അവനെ 10 കിലോ കഞ്ചാവായിട്ട് പിടിച്ചാലും ഒരാളെ വണ്ടി ഇടിച്ചു കൊന്നാലും എന്റെ കാശുണ്ടോ ഞാൻ രക്ഷപ്പെട്ടും. ഒരുപാട് കേസുകൾ കേരളത്തില് നൈസായിട്ട് ഒതുങ്ങി പോകുന്നുണ്ട്. ആരും അറിയാതെ ഒരു പത്രത്തിൽ പോലും വരത്തില്ല. കാശുകാരന്മാരുടെ ഒരു കേസും പത്രത്തിൽ വരാറില്ല. അതെല്ലാം ഒഴിവായി പോകുന്നു. അതെങ്ങനെ പോലീസുകാർക്ക് ഈ ചാനൽസും അതേപോലെ തന്നെ ന്യൂസ് പേപ്പറുമായിട്ടും കണക്ഷൻ ഉണ്ട്. ഒരുത്തവനോട് ചോദിക്കാൻ നീ എനിക്ക് 2 ലക്ഷം രൂപ തന്നില്ലെങ്കിൽ ഇതാണ് നിന്റെ അവസ്ഥ എന്ന് പറയും. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? ഇനിയിപ്പോ ആൾക്കാർ പറയാം എന്നാ പിന്നെ ഇവന് പബ്ലിക്കായിട്ട് ഇത് പറഞ്ഞൂടെ, കോടതി കൊണ്ടുപോയി നിർത്തിയിട്ട് ഇവൻ പറയാം
സാറേ എന്നെ ഇങ്ങനെ ചെയ്യിപ്പിച്ചിട്ടാണ് ചെയ്തത്. കോടതി പറയും ഇതിനൊരു അന്വേഷണം വിടാം. എന്നിട്ട് ഇവൻ ജീപ്പിൽ പോകുമ്പോൾ ജീപ്പിൽ നിന്ന് ചാടി വീണ് ചത്തു, അല്ലെങ്കിൽ ജയിലിനകത്ത് ആരോ കൊന്നു കേസ് വരും. ആരും ചോദിക്കാനും പറയാനും. ചത്തു കഴിഞ്ഞാലും കാശുള്ളവൻ രക്ഷപ്പെടും. നാട്ടിൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയി വരും. പണം വേണം. അതുകൊണ്ടാണ് ആൾക്കാർ കൂടുതൽ സെൽഫിഷ് ആകുന്നത്. കാശുണ്ടാക്കണം. കാശുണ്ടെങ്കിൽ എന്തും ചെയ്യാമെന്നുള്ള അവസ്ഥയിലോട്ട് എത്തുന്നത്. എടുക്കുക മറ്റേ കളക്ടറെ കണ്ട് ഇടിച്ചു വന്ന് കള്ളു പിടിച്ചു 2 ദിവസം ഉണ്ടായിരുന്നു ന്യൂസ്. പിന്നെ അതെന്തായെന്നോ കളക്ടറിന്റെ ഫോളോ അപ്പ് ഇല്ല. ആൾക്കാർക്ക് വേറെ ന്യൂസ് വന്നോണ്ടിരിക്കുന്നു. അപ്പൊ അതിലങ്ങ് മുഴുകി അങ്ങ് പോവാ. ഇതാണ് ഇനി എല്ലാം ചേഞ്ച് ആവണമെങ്കിൽ ന്യൂ ജനറേഷനിലെ പിള്ളേരെങ്കിലും മാറ്റങ്ങൾ വരണം. ഇടയ്ക്ക് ഒരു ബ്രേക്ക് എടുത്തു. ഇപ്പൊ നിങ്ങൾ വർക്ക് ചെയ്യണ റെക്കോർഡ് ലേബിൾസ് MHB അവരായിട്ട് എങ്ങനെയാണ്? സോ MHBയെ കണ്ടുപിട്ടിയത് ഒരു എന്റെ ലൈഫിൽ തന്നെ ഒരു നിയോഗം പോലെ. ഫോർ റെക്കോർഡ് MHB എന്ന് പറഞ്ഞാൽ കുറെ മേജർ ട്രാക്സ് ഒക്കെ പ്രൊഡ്യൂസ് പിന്നെ അവര് ലൈക്ക് വെരി പാഷനേറ്റ് ബഞ്ച് ഓഫ്. നിങ്ങളിപ്പോ പോഡ്കാസ്റ്റ് സ്റ്റാർട്ട് ചെയ്തില്ല, അതേപോലെ ബഞ്ച് ഓഫ് കിഡ്സ് അവർ ക്ലോത്തിങ് ആണ് അവരുടെ മെയിൻ. അവർ നല്ല അടിപൊളി ഡിസൈൻഡ് ക്ലോത്ത്സ് ഒക്കെ ഇറക്കുമായിരുന്നു. അപ്പോഴാണ് അവർ ഇതേപോലെ അവർ കായ് റിലീസ് ചെയ്യുന്നത്. ബേബി ജി ഫസ്റ്റ് കായ് റിലീസ് ചെയ്തു. കായ് വെൻ ക്രേസി. അപ്പോൾ അവർക്ക് നല്ലൊരു ട്രാക്ഷൻ കിട്ടി. അതും കൂടെ കഴിഞ്ഞപ്പോഴാണ് അവർ ദേവർ ലൈക്ക് ഓക്കെ ഞങ്ങൾക്ക് ഒരു റെക്കോർഡ് ലേബിളായിട്ട് സ്റ്റാർട്ട് ചെയ്യാം, നമ്മുടെ ഹോം ഗ്രൗണ്ട്, നമ്മുടെ പീപ്പിൾ, ഫോർ ആർട്ടിസ്റ്റിന് വേണ്ടി. അവർ പ്രോഫിറ്റ് ഓറിയന്റഡ് ഒന്നും അല്ലായിരുന്നു. അവർ പ്രോഫിറ്റ് ഒന്നും അവർ കെയർ ചെയ്യുന്നില്ല. അപ്പോൾ അവർ നേരെ റെക്കോർഡ് ലേബിൾ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് ഇതേപോലെ ലേബിൾ അയച്ചു തന്നിട്ടാണ്, എടാ വൈ ഡോണ്ട് യു ട്രൈ വിത്ത് സം റെക്കോർഡ് ലേബിൾ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ബ്രോ ഐ എം ജസ്റ്റ് ഡൂയിങ് മൈ തിങ് യുനോ. അപ്പോൾ അവർ ജസ്റ്റ് ട്രൈ. അപ്പോൾ ഞാനും ഐ വാസ് ലൈക്ക് ഐ ലൈക്ക് ദ ഡിസൈൻ ആൻഡ് സ്റ്റാഫ്. കുറച്ച് ഡാർക്കാണ് ഇവർ. അപ്പോൾ ഐ വാസ് ലൈക്ക് ഓക്കെ. അങ്ങനെ ഞാൻ ഇവർക്ക് മെസ്സേജ് അയച്ചു. എൻ്റെ ട്രാക്കുകൾ ഇവർ ചെക്കൗട്ട് ചെയ്തു. എന്നിട്ട് പറഞ്ഞു അവർ എൻ്റെ ഒരു പിറ്റി ലവ് എന്ന് പറഞ്ഞൊരു ട്രാക്ക് ഞാൻ ചെയ്തേ, അതിൻ്റെ വീഡിയോ എൻ്റെ ഇൻസ്റ്റയിലുണ്ട്. അപ്പോൾ അതെനിക്ക് എനിക്ക് തന്നെ അത് അയച്ചു തന്നിട്ട് അവർ വെച്ച് ഡിഡ് യു ഡു ദിസ് എന്ന് വെച്ച്. ഞാൻ പറഞ്ഞു ബ്രോ ദിസ് ഇസ് ക്രേസി, ഇത് ഏത് വർഷം ഇറങ്ങിയത് ഈ സാധനം. അപ്പോൾ ഞാൻ പറഞ്ഞു ബ്രോ. അന്ന് തൊട്ട് അവർ ഭയങ്കര കണക്റ്റഡ് ആയി. എന്നിട്ട് അവർക്ക് വേണ്ടി ഞാൻ ഫസ്റ്റ് ട്രാക്ക് ചെയ്യുന്ന എതിരായിരുന്നു. എതിര് ചെയ്തു ആൻഡ് ദേ ലൈക്ഡ് ഇറ്റ്. അവരെന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തു. അവരെനിക്ക് ഒരുപാട് മാർക്കറ്റിംഗ്, അവരൊരുപാട് എനിക്ക് മാർക്കറ്റ് ചെയ്തു. 15 മന്ത്ലി ലിസ്ണേഴ്സും 100 സ്ട്രീമുള്ള ഞാൻ എന്നെ അവരൊറ്റ അടിക്ക് പറ്റ എൻ്റെ മന്ത്ലി 10,000 അവരെത്തിച്ചു. മാർക്കറ്റിങ്ങും അല്ലാതെ പ്രൊമോഷൻസും അതെല്ലാം സീറോ. എൻ്റെ കയ്യിൽ നിന്ന് പൈസ സ്പെൻഡ് ആയിട്ടില്ല. ഞാൻ എന്നിട്ട് പോലും പറഞ്ഞു ബ്രോ ഞാൻ എന്തെങ്കിലും ഇടാം, നിങ്ങൾക്ക് ഇതിൽ നിന്നൊരു പ്രോഫിറ്റേ കിട്ടുന്നില്ല. എന്നിട്ട് അവരത് ചെയ്തു. അങ്ങനെ എൻ്റെ ഫസ്റ്റ് ട്രാക്ക് ഇറങ്ങി. അത് കഴിഞ്ഞപ്പോൾ അവർ പെരിക്കെ ക്ലച്ച് പിടിക്കാൻ തുടങ്ങി. എന്നിട്ട് അവർ അടുത്ത ട്രാക്ക്, അടുത്ത ആർട്ടിസ്റ്റിനെ പിടിച്ചു ട്രാക്ക് ചെയ്യാൻ തുടങ്ങി. പിന്നെ ഞാൻ സ്ലോലി ഞാനും അവരും ഭയങ്കര കണക്റ്റഡ് ആയി. പിന്നെ ഒരു A&R ആയിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങി. അപ്കമിങ് ആർട്ടിസ്റ്റുകൾ ട്രാക്കുകൾ ചെക്കൗട്ട് ചെയ്യുക. അപ്പോൾ എന്നെയും കൂടെ അവർ ഇതിൽ ഇൻവോൾവ്. കാര്യം അവർക്ക് ആർട്ടിസ്റ്റ് ഒന്നും ഇല്ലാത്ത സമയത്ത് വന്ന ആർട്ടിസ്റ്റാണ് ഞാൻ. പിന്നാണ് ബാക്കി ആർട്ടിസ്റ്റുകളൊക്കെ വരുന്നത്. അപ്പോൾ അവർ പിന്നെ ഇപ്പോൾ ഹൈ എൻഡ് ആർട്ടിസ്റ്റുകളുമായിട്ടൊക്കെ കൊളാബറേഷൻസ്. അപ്പോൾ അന്ന് ഇപ്പോഴും നമ്മൾ പുതിയ പുതിയ ആർട്ടിസ്റ്റുകൾ എനിക്ക് ട്രാക്സ് അയച്ചു തരും. ഞാനത് കേൾക്കും. എന്നിട്ട് അവർക്ക് അയച്ചു കൊടുക്കും. കുറച്ച് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് ദിസ് ആർട്ടിസ്റ്റ് ഈസ് ഗുഡ്, യു ഹാവ് ടു കീപ് ആൻ ഐ ഓൺ ഹിം. അങ്ങനെ ചെയ്ത് ഇപ്പം നമുക്ക് പുതിയ പ്ലാൻ ഉണ്ട്. ഇനിയിപ്പം നെക്സ്റ്റ് എന്ന് വെച്ചാൽ ഓഡിയോ ട്രിപ്പ് എന്ന് പറഞ്ഞൊരു പുതിയ സംഭവം നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. ഇറ്റ്സ് ഫോർ എല്ലാ അണ്ടർഗ്രൗണ്ട് ആർട്ടിസ്റ്റിൻ്റെയും ട്രാക്ക് നമ്മൾ എടുക്കും. വി വിൽ ടേക്ക് ഇറ്റ്. അവർക്ക് വേണ്ടിയുള്ള മാർക്കറ്റിങ്ങും എല്ലാം നമ്മൾ ചെയ്തു കൊടുക്കും. അവർ വെറും കുഞ്ഞ് ആർട്ടിസ്റ്റ് ആയിരിക്കും. ഏതെങ്കിലും ഇപ്പോൾ മലപ്പുറത്തുള്ള ഒരു ചെറിയ ടൗണിൽ വീട്ടിൽ ഇരുന്ന് റെക്കോർഡ് ചെയ്യുന്ന ഒരു പാവം പയ്യനായിരിക്കും. അവൻ്റെ ട്രാക്ക് പോലും നമ്മൾ എടുത്തിട്ട് നമ്മളെ വഴി പുഷ് ചെയ്യും. അപ്പോൾ അവർക്ക് നമുക്ക് MHB റെക്കോർഡ്സിൻ്റെ അണ്ടറിൽ വലിയ ആർട്ടിസ്റ്റുകളുടെ ഇത് പോവും. അതേപോലെ നമുക്ക് അപ്പുറത്തെ സൈഡ് ഓഡിയോ ട്രിപ്പ് വഴി കുഞ്ഞ് ആർട്ടിസ്റ്റുകളുടെയും പോവും. അപ്പോൾ ഈ വലിയ ആർട്ടിസ്റ്റിൻ്റെ വ്യൂസും കാര്യങ്ങളും എല്ലാം വരുന്നത് വെച്ച് അവിടുന്ന് ഓഡിയൻസിനെ നമ്മൾ ഈ ചെറിയ ആർട്ടിസ്റ്റിനും കൂടെ പുഷ് കൊടുക്കും. അതാണ് ഇപ്പോൾ നമ്മുടെ നെക്സ്റ്റ് പ്ലാൻ. പിന്നെ മെയിൻ ഫസ്റ്റ് തിങ് കായിയുടെ വീഡിയോ. അതിനുവേണ്ടി പിള്ളേർ കുറേ കഷ്ടപ്പെട്ട് കാനഡയിലായിരുന്നു ഷൂട്ട്. അപ്പോൾ അത് ഭയങ്കര വലിയ ബിസിനസ് പരമായ വെരി ബിഗ് ബഡ്ജറ്റ് ആയിരുന്നു. എനിക്ക് തോന്നുന്നു ഇത്രയും ബിഗ് ബഡ്ജറ്റിൽ വീഡിയോസ് ഇറങ്ങിയിട്ടില്ല, മ്യൂസിക് വീഡിയോ ഇറങ്ങിയിട്ടില്ല. കേരളം കത്തും. കായ് എസ്പെഷ്യലി കായ് അത്ര പാട്ട് ഓൾറെഡി ഇട്ടാണല്ലോ. അപ്പൊ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു കേരളം കത്തും. അതന്നെ, എനിക്ക് അത്രയും പ്രതീക്ഷയുണ്ട്. അത്രയും ഹാർഡ് വർക്ക് അവർ ചെയ്തിട്ടുണ്ട്. ഞാൻ എൻ്റെ കുറച്ച് ക്ലിപ്സ് ഒക്കെ കണ്ടിട്ട്. പിന്നെ അതേപോലെ നമ്മൾ ഇപ്പം അനോണമസിന്റെ ട്രാക്ക് ഇവർ MHB ചെയ്തായിരുന്നു. ഫിൽസ് മാർക്കോയിൽ ഇപ്പോൾ പാടിയ ഫിൽസ് എന്ന് പറഞ്ഞ അവൻ്റെ ട്രാക്കും MHB ചെയ്തു. അപ്പോൾ നമ്മൾ ഇനി ആർട്ടിസ്റ്റ് വരുന്നുണ്ട്. ഒരു മലയാളി വേറൊരു പാട്ട് വരുന്നുണ്ട്. അതും എനിക്ക് തോന്നുന്നു കുറച്ച് നല്ല ട്രാക്ഷൻ വരാനുള്ള ട്രാക്കാണ്. അങ്ങനെ ഇനിയിപ്പം അപ്കമിങ് കുറച്ച് പുതിയ ആർട്ടിസ്റ്റിനെ കൊണ്ടുവരണം. ഇപ്പം
കൊല്ലം ബേസ്ഡ് ചെയ്ത് തന്നെ SD എന്ന് പറഞ്ഞ് ST ആൻഡ് ഹിപ്പ് ഹോപ്പ് JB എന്ന് പറഞ്ഞ് 2 ആർട്ടിസ്റ്റ് ഉണ്ട്. അവർ അവരുടേതായ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അവർ ഇപ്പം പോർമുഖം എന്ന് പറഞ്ഞൊരു ഷോർട്ട് ഫിലിമിന് ഒരു ട്രാക്ക് ചെയ്തിട്ട് ബിക്കം വൈറൽ ആ ട്രാക്ക്. അപ്പം ഭയങ്കര കരിയർ ഓറിയന്റഡ്, ലൈക്ക് ഐ വിൽ മേക്ക് ഇറ്റ്, ഇന്നല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ ഞാൻ ഒരു വൺ ഓഫ് ദി ബെസ്റ്റ് റാപ്പർ ആവും എന്നുള്ള ചിന്താഗതിയുള്ള അങ്ങനെയുള്ള ചിന്താഗതി. അപ്കമിങ് ഇനി ഒരു ആൽബമാണ് എൻ്റെ ഫസ്റ്റ് ബിഗ് ബോയ് ടേപ്സ് എന്നാണ്. അപ്പോൾ അതിൽ കുറച്ച് കൊളാബറേഷൻസ് കൊണ്ടുവരണം. നമ്മുടെ അറിയുന്ന ഫ്രണ്ട്സാണ്, പക്ഷെ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ബീറ്റ്സ് കാര്യങ്ങളൊക്കെ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ കുറച്ച് പോളിഷ് ആർട്ടിസ്റ്റുകൾ വരുന്നുണ്ട്, ടോപ്പ് ലെവൽ പോളിഷ് ആർട്ടിസ്റ്റുകൾ 2-3 പേരെ സെറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ആഫ്രിക്കൻസ് 2-3 പേരുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യണം. ഒരു 8 ട്രാക്കാണ് ഉദ്ദേശിക്കുന്നത്. നരകം റിലീസ് ചെയ്യും ഈ ആൽബത്തിൽ തന്നെ, അങ്ങനെയാണ് പ്ലാൻ. അതുകൊണ്ടാണ് സ്പോട്ടിഫൈന്ന് റിമൂവ്ഡ് ആ, പക്ഷെ ബാക്കി എല്ലായിടത്തും ഉണ്ട്. പക്ഷെ ഒന്നും കൂടെ റിലീസ് ചെയ്യും ഈ ആൽബത്തിൽ. അതാണ് ഇനിയിപ്പം അപ്കമിങ് പ്രോജക്റ്റ് എന്ന് പറയുന്നത് മെയിനായിട്ട്. നാടകത്തിലെ കടകഥയിൽ അതിരാവിൽ മതഭ്രാന്തർ എതിരാളി അതുപോലൊരു തിരമാലകളിൽ മിതമായൊരു വാഹന കാഹളത്തിൽ ഈ കലിയുഗത്തിൽ ഈ കൈക്കുലിവാകുന്ന കുലനാറികളും പല നാറികളും സ്മാരക പണിയണ കൊലയാളികളും കോട്ടിക മാറ്റണ മുതലാളികളും പൊലയാളികളും പോകും വഴികളിൽ കണ്ട സ്വപ്നം ചെല്ലും വഴികളിൽ വന്ന നഷ്ടം പാടിയ പാട്ടിന്റെ വാക്കിനസ്ത്രം കാശിനായി ഇതാ കൊന്നൊടുക്കുന്നത് എന്ത് കഷ്ടം വീട്ടുകാരുടെ ഒറ്റ നഷ്ടം പോകും വഴികളിൽ കാലമായി മാറിയ ചിന്തക കാലമായി അങ്ങനെ അങ്ങനെ ഭയങ്കരമായിട്ട് ടച്ച് ചെയ്തോണ്ടാണ് പൊളിറ്റിക്കൽ ആയിട്ട്. അതാ നിങ്ങളുടെ ഫ്രണ്ടിന്റെ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഇതിൽ എഴുതിയത്. ഞാൻ അവന് വേണ്ടി തന്നെ ഡെഡിക്കേറ്റ് ചെയ്ത്. പിന്നെ ഞാൻ പേരൊന്നും അതിനകത്ത് മെൻഷൻ ചെയ്തില്ല. പക്ഷെ ആസ് ആൻ ആർട്ടിസ്റ്റ് എന്താണ് ഈ സാറ്റിസ്ഫാക്ഷൻ പോയിന്റ്? ഇപ്പൊ ഒരു സാധനം റിലീസ് ചെയ്യുമ്പോൾ എനിക്ക് ഞാൻ എപ്പോഴും പണ്ടും നമ്മൾ ട്രാക്ക് ഇറക്കുമ്പോൾ അത്ര എൻ്റെ ഒന്നും ട്രാക്കൊന്നും അത്ര ഇന്റർനാഷണൽ വൈറലോ അല്ലെങ്കിൽ ഓൾ ഇന്ത്യ വൈറലോ കേരളം വൈറലോ പോലും അല്ല. അപ്പൊ നമുക്കൊരു ട്രാക്ക് ചെയ്യുമ്പോൾ എനിക്ക് ഒരു ലിസണർ അത് കേട്ടിട്ട് പറയുമോ ബ്രോ അത് കേൾക്കുമ്പോ തന്നെ ഐ എം ലൈക്ക് ഐ എം ഡൺ. ആ ഒരു ആർട്ടിസ്റ്റിന് വേണ്ടി ഞാൻ ഇനിയും ട്രാക്ക് ഇറക്കിക്കൊണ്ടിരിക്കും. ഐ ഡോണ്ട് കെയർ. ആ ഒരു ഒറ്റ വ്യക്തി എന്റെ ട്രാക്ക് ചെയ്തു. ബാക്കിയുള്ളവരെല്ലാം പറഞ്ഞോട്ട് കൊള്ളത്തില്ല പോരാ, പക്ഷെ ആ ഒരു ഒറ്റ വ്യക്തി എന്നോട് പറയും ദിസ് ഇസ് ഗുഡ് ഷിറ്റ്. ലൈക്ക് ഓപ്പൺ ആയിട്ട് ഞാൻ പറയാം ബ്രോ ദിസ് ഇസ് ഗുഡ് ഷിറ്റ്, അത് മതി എനിക്ക്. എന്നാൽ ഞാൻ എതിരൊക്കെ ചെയ്യുമ്പോഴും അങ്ങനെ തന്നെ MHPയിൽ അവർ മൊത്തം ഭയങ്കര ദർ ലൈക്ക് ഓ ബ്രോ ദിസ് ഇസ് ഗുഡ് ഷിറ്റ് എന്ന് പറഞ്ഞപ്പോൾ എനിക്കത് മതി. എതിര് അടിപൊളി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാനത് ജസ്റ്റ് ഇപ്പോൾ കേട്ട് തുടങ്ങിയത് ഓണസ്റ്റ്ലി പറയുകയാണെങ്കിൽ ഇങ്ങനെ പറഞ്ഞു ഞാൻ ഈ സോങ് ജസ്റ്റ് കേൾക്കാം. ഞാൻ ഇപ്പൊ അത് കേട്ടോണ്ടിരിക്കുക. ഇന്ന് തന്നെ ഞാൻ 3 വട്ടം കേട്ടു. ഞാൻ ഐ എം സ്റ്റിൽ എ സ്മോൾ ആർട്ടിസ്റ്റ്. ഞാൻ എൻ്റെ ഒരു പാഷന് വേണ്ടി ചെയ്യുന്നതാണ്. ഞാൻ ഇതിൽ നിന്ന് ഒരു ഭയങ്കര പ്രോഫിറ്റ് ഓറിയൻറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ ഇതെനിക്കൊരു കരിയറായിട്ട് നാളെ എൻ്റെ ഒരു ട്രാക്ക് ഹിറ്റ് ആയി കഴിഞ്ഞാൽ ഓക്കെ എനിക്കിതിന് കരിയറായിട്ട് കൊണ്ടുപോകണം എന്ന് ഞാൻ കാണുന്നില്ല. എനിക്ക് ഹിപ്പ് ഹോപ്പ് ഗ്രോ ആവണമെന്നുണ്ട്. എൻ്റെ പാഷനേറ്റ് ആയിട്ട്. ഇപ്പോൾ ആൾക്കാർ പടം വരയ്ക്കത്തില്ല, പെയിന്റ് ചെയ്യും, പക്ഷെ നല്ല ഹൈ ക്വാളിറ്റി. ബട്ട് ഐ യു പെയിന്റർ? നോ, ഐ എം നോട്ട് എ പെയിന്റർ ബട്ട് ഐ പെയിന്റ്. അതേപോലെയാണ് ഞാൻ റാപ്പ് ചെയ്യുന്നതും. ഞാൻ ഇതിനു വേണ്ടി പൈസ കൊടുക്കും. ഇപ്പോൾ ഈ നരകം ചെയ്യുമ്പോഴും ഓരോ ട്രാക്സ് ചെയ്യുമ്പോഴും ഞാൻ ഇതിന് പൈസ ഇൻവെസ്റ്റ് ചെയ്ത് ഇതിൻ്റെ ആൾക്കാരുടെ കയ്യിൽ നിന്ന് പൈസ കൊടുത്ത് ഇതിൻ്റെ പോസ്റ്റേഴ്സും ഇതിൻ്റെ വീഡിയോയും എനിക്ക് എങ്ങനെ പോയാലും ഒരു 10,000 15,000 എങ്ങനെ പോയാലും ഒരു ട്രാക്കിന് നഷ്ടം. ഇപ്പം ലേബിൾസ് ഇല്ലെങ്കിൽ ലേബിൾ ഉള്ളപ്പം ലേബിൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എങ്കിലും കുറച്ച് അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ട്. അപ്പം ഇതെല്ലാം കഴിയുമ്പം എന്നിട്ട് പോലും ഞാൻ ഒരു ട്രാക്ക് ചെയ്തു, എന്നിട്ട് 15 പേര് കേട്ടു. ഓക്കെ, അതിനു വേണ്ടിയാണ് 15,000 രൂപ കൊടുക്കിയാലും 15 പേര് കിട്ടും. ബട്ട് ഐ എം ഓക്കെ വിത്ത് ലൈക്ക് ഐ എം ഹാപ്പി. എൻ്റെ പാഷനേറ്റ് ആണ്. ബിക്കോസ് ഞാൻ ഈ ചെയ്യുന്ന സംഭവം വിൽ ബി ദെയർ ലോങ് ആഫ്റ്റർ ഐ എം ഗോൺ. 100 years കഴിഞ്ഞാലും 200 വർഷം കഴിഞ്ഞാലും ഈ സംഭവങ്ങളെല്ലാം നമ്മൾ ചെയ്തിരുന്നൊക്കെ അവിടെ എവിടെയെങ്കിലും കാണും. അപ്പോൾ അങ്ങനെ ഈ പണ്ടും ഒരു ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു, ലൈക്ക് ഐ ഫോർഗോട്ട് ഹിസ് നെയിം, കോഴിക്കോട് മലപ്പുറം ആ സൈഡിൽ നിന്ന് കണ്ട. അവൻ പണ്ട് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഹി മെയ്ഡ് എ സോങ്. പക്ഷെ പുള്ളി അത്ര ഏജ് ആവുന്നതിന് മുമ്പ് ആക്സിഡന്റിൽ കണ്ട് മരിച്ചു. പക്ഷെ ആ പുള്ളിയുടെ പാട്ട് ഇപ്പോഴും പീപ്പിൾ ലിസൺ ടു. ആ പാട്ടിൽ മച്ചാൻ ഡെത്തിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്. സോ ഇറ്റ്സ് വെരി ക്ലിയർ ലൈക്ക് അവൻ മരിച്ചു പോയിട്ട് അത് എല്ലാവരും മറന്നുകൊണ്ടേ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ കുറച്ചാൾ സംസാരിക്കാൻ എന്നിട്ട് എവരിബഡി മൂവ് ഓൺ. പക്ഷെ ഒരു ആ ട്രാക്കിലൂടെ ഹി സ്റ്റിൽ അല്ല. ടൂപാക്കിനൊക്കെ പോലെ തന്നെ മൂപ്പരൊക്കെ കരിയറിന് ശരിക്കും ഭയങ്കര പീക്കൊന്നും എത്തിയിട്ടില്ല. വളരെ 24 വയസ്സിലാണ് കൊല്ലുന്നത്. സോ അതങ്ങനെയാണ്. ഹിപ്പ് ഹോപ്പ് ഇസ് വെരി കോമ്പറ്റീറ്റീവ് സ്പോർട്ട്. അത് സ്പോട്ടിഫൈയുടെ ഒക്കെ അഡ്വർടൈസ്മെന്റ് ഉണ്ട് ഇങ്ങനെ US ഹിപ്പ് ഹോപ്പ് ഇസ് എ കോമ്പറ്റീറ്റീവ് സ്പോർട്ട്. ഒരു കോമ്പറ്റീറ്റീവ് സ്പോർട്ടാണ്.
ഭയങ്കര വാശിയും വൈരാഗ്യവും വെച്ച് പാട്ടുപാടി തോപ്പിക്കാൻ പറ്റിയില്ലെങ്കിൽ വെടിവെച്ച് അങ്ങനെയാണ് ഒരുപാട് ഗാങ്സ് ഒക്കെ ഇൻവോൾവ് ആയിട്ടുള്ള. പ്രത്യേകിച്ച് ഇത് കോംപ്ടണിൽ നിന്നാണ് ഇത് വരുന്നത്. എമിനം ഒക്കെ കോംപ്ടൺ ഇസ് ലൈക്ക് ദ ലാൻഡ് ഓഫ്, മനസ്സിലായി. ഇവർ ഈ സ്റ്റോറീസ് പറയുമ്പോൾ പോലും ഈ വലിയ ഗാങ്സ്റ്റേഴ്സ് ഒക്കെ സ്റ്റുഡിയോയിൽ വരുമ്പോൾ പോലും ആർട്ടിസ്റ്റുകൾക്കൊക്കെ പേടിയാണ്. ലൈക്ക് ദേ നോ ദീസ് ഗൈസ്, ഇവർ ഭയങ്കര മെക്സിക്കൻ മറ്റ് ഗാങ്സ്റ്റേഴ്സ് ഒക്കെ ആയിട്ടാണ് വരുന്നത്. അവരൊക്കെ ഈ ലേബിൾസിന്റെ ഓണർ ഗാങ് ലീഡേഴ്സ് ഒക്കെയാണ്, വലിയ ഗാങ്സ്റ്റേഴ്സ് ഒക്കെയാണ് ഈ ലേബിൾസിന്റെ ഓണർ. സോ ആർട്ടിസ്റ്റിനൊക്കെ പേടിയാണ്. ഇത് ആരോ ഇങ്ങനെ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇവരെല്ലാം ഇങ്ങനെ പേടിച്ചിരിക്കുമ്പം എമിനം ചാടി മുമ്പിൽ വന്നു. എമിനം പറഞ്ഞ അവൻ ഏതാന്ന് വെച്ചു, ബിക്കോസ് ഹീസ് ഫ്രം കോംപ്ടൺ. അവൻ ഡെയിലി കണ്ടിട്ടുള്ള ഇതൊക്കെ ഇത്രയും വലിയ ലീഗ് ഗാങ്സ്റ്റേഴ്സ് ഒക്കെ തോക്കൊക്കെ. എമിനം ഇസ് ലൈക്ക് ഹൂ ഈസി, ആരാടാ സംസാരിക്കേണ്ടത്, അങ്ങനെയാണ്. അപ്പോഴേ അവര് ഇറങ്ങിപ്പോയെന്നാ പറഞ്ഞ ഗാങ്സ്റ്റേഴ്സ്. അപ്പം ഇനി ഹിപ്പ് ഹോപ്പ് നെക്സ്റ്റ് ലെവലിലോട്ട് പോകുമ്പോൾ എങ്ങനെയാണെന്ന് അറിയാൻ പറ്റില്ല. ഇപ്പം ഹൈ എൻഡിൽ നിൽക്കുന്ന ആർട്ടിസ്റ്റുകൾ അങ്ങനെ തന്നെ നിൽക്കത്തില്ല ഒരിക്കലും. പുതിയ ആർട്ടിസ്റ്റുകൾ അവരെ ടേക്ക് ഓവർ ചെയ്യും. അത് ഈ നമ്മുടെ ഹിപ്പ് ഹോപ്പ് കൾച്ചറിലും അങ്ങനെയാണ്, ലോകത്തുള്ള എല്ലാ ഹിപ്പ് ഹോപ്പ് കൾച്ചറും അങ്ങനെയാണ്. പുതിയ പുതിയ ആർട്ടിസ്റ്റുകൾ വരും, കയറി പോകും. അപ്പോൾ അവരെ തോപ്പിക്കാൻ വേണ്ടി യങ് ആർട്ടിസ്റ്റുകൾ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇതെങ്ങനെ നമ്മൾ മനസ്സിലോട്ട് എടുക്കുന്ന പോലെ ഇരിക്കും. ലൈക്ക് ഹൂ ഈസ് ഈ, അവൻ എന്നെക്കാളും വലിയ സെറ്റപ്പാകും, ഐ വിൽ കില്ലും എന്നുള്ള ചിന്തകളൊക്കെ വന്നു തുടങ്ങിക്കഴിഞ്ഞാൽ വലിയ പ്രോബ്ലം. അതാണ് US ഹിപ്പ് ഹോപ്പിലൊക്കെ വലിയ പ്രോബ്ലം. ഒരുപാട് ആർട്ടിസ്റ്റുകൾ വളരെ യങ് ഏജിലാണ് മരിക്കുന്നത്. പിന്നെ നമ്മുടെ മാക് മില്ലർ പക്ഷേ ഡ്രഗ് അബ്യൂസ്, ഓവർഡോസ് ആണ്. പിന്നെ നമ്മുടെ ഹിപ്പ് ഹോപ്പിലും ഉണ്ട് ഡ്രഗ് അബ്യൂസ് ഉള്ള ഒരു സംഭവം. അത് ഞങ്ങളുടെ അടുത്തൊരു ചോദ്യം. ഈ ഡ്രഗ് ചില ആൾക്കാർ പറയല്ലോ ക്രിയേറ്റിവിറ്റി വരണമെങ്കിൽ ഡ്രഗ്സ് യൂസ് ചെയ്യുന്നതൊക്കെ പറഞ്ഞിട്ട്. നമ്മളൊരു ആർട്ടിസ്റ്റ് ആയി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, നമുക്ക് ഏറ്റവും കൂടുതൽ കാശ് വരുന്നത് നമുക്ക് ലൈവ് ഷോസ് ആണ്. ലൈവ് ഷോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 100-150 പേരെ നമ്മൾ കയ്യിലെടുക്കണം. 100-150 പേര് ചാടണം, എനർജി അത്രയും വേണം. ടോപ്പ് ലെവൽ ഹിപ്പ് ഹോപ്പ് ആർട്ടിസ്റ്റുകളൊക്കെ ആകുമ്പോൾ ഇത്രയും പെർഫോമൻസ്. ഇന്ന് എനിക്കൊരു ഷോ ഉണ്ട്, ഇന്ന് ഈ ഷോ കഴിഞ്ഞ് അത്രയും എക്സ്ട്രീം ഹീറ്റും ലൈറ്റും മൈക്കും പാടും ഇതെല്ലാം കഴിഞ്ഞിട്ട് നേരെ പോയി കിടന്ന് ഉറങ്ങി എണ്ണിച്ച് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 2-3 മണിക്കൂർ ഉറങ്ങി അടുത്ത ഷോയ്ക്ക് പോവാം. അപ്പം അവിടെയും ഇത് എനർജി തന്നെ പെർഫോമൻസിൽ വേണം. അപ്പോഴാണ് ആൾക്കാർ ഇതിലോട്ട് തിരിയുന്നത്, കൂടുതലും പിൽസ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ജസ്റ്റ് ഹൈപ്പ് അപ്പ് ആവാൻ വേണ്ടി ഇങ്ങനെ. പിന്നെ ക്രിയേറ്റീവ് അതൊരു പ്ലസീബോ എഫക്റ്റ് ഇല്ലേ, പ്ലസീബോ എഫക്റ്റ് ലൈക്ക് ഇങ്ങനെ ജോയിന്റ് വലിച്ചിട്ട് എഴുതിയപ്പം ഇത് ഭയങ്കര അടിപൊളിയായിട്ടുണ്ട്, ലിറിക് അടിപൊളിയായിട്ടുണ്ട്. എന്നിട്ട് നമ്മള് ജോയിന്റ് വലിക്കാതെ ഇരുന്നിട്ട് ഒരെണ്ണം എഴുതിട്ടോ ഇത് പോരാ, എന്നിട്ട് പിന്നെ അവർക്ക് ജോയിന്റ് വലിച്ചാലേ എനിക്ക് എഴുതാൻ പറ്റുമെന്നുള്ള സ്റ്റേജിലോട്ട് എത്തും. സോ കഞ്ചാവ് വലിച്ചിട്ട് എഴുതുമ്പോ ഭയങ്കര അടിപൊളി നമ്മൾ തന്നെ തോന്നിപ്പിക്കും. അല്ലാതെയും ചിലപ്പോൾ അടിപൊളിയായിരിക്കും. അപ്പൊ അങ്ങനെ. പിന്നെ ഇതൊരു കൾച്ചർ ഭാഗമാണ്. ബിക്കോസ് ബ്ലാക്സ് ഒബ്വിയസ്ലി US ഹിപ്പ് ഹോപ്പിന്റെ സമയത്ത് എവരിബഡി യൂസസ് ജോയിന്റ് വലിക്കുന്നതും ഗൺസും ഡ്രഗ്സും ആൽക്കഹോളും ഒക്കെയാണ് വീഡിയോസിലേക്ക് ഏറ്റവും ടോപ്പ് ലെവൽ പോകുന്നത്. ബിക്കോസ് ഇവർക്ക് ഇതൊന്നും ഇല്ലായിരുന്നു ഒരു കാലത്ത്. ഇവർക്ക് കാശ് കിട്ടാൻ തുടങ്ങിയപ്പോൾ ഇവർ വലിയ കാറിലും വലിയ മൾട്ടി മില്യൺ ആയിട്ട് നടക്കാൻ തുടങ്ങി. കാര്യം നമ്മൾ ഈ ലോകത്തുള്ള ബില്യണേഴ്സിനെയൊക്കെ കണ്ട നോർമൽ ആൾക്കാർ, കുട്ടിയൊക്കെ ചെറിയ നിക്കറൊക്കെ ഇങ്ങനെ. പക്ഷെ അതാണ് ബ്ലാക്സ് എപ്പോഴും അവര് പൈസ, അതാണ് കാനിയ വെസ്റ്റ് ഒക്കെ പറയുന്നുണ്ട്. ലൈക് വി ഗൈസ് ജസ്റ്റ് ലൈക്ക് നമ്മളെല്ലാം അങ്ങ് സ്പെൻഡിങ് ആണ്. നമ്മളിങ്ങനെ പുതിയ ഏറ്റവും ഹയസ്റ്റ് ചെയിൻ, പുതിയ ഏറ്റവും ലേറ്റസ്റ്റ് വാച്ച് ചെയിൻ, പകരം ഇൻവെസ്റ്റ് ഓൺ ലാൻഡ്, ഇൻവെസ്റ്റ് ഓൺ ബിസിനസ്. അതാ ഞാൻ പറഞ്ഞു ആദ്യം ഞാൻ പറഞ്ഞു ലേബിൾസ് ഒക്കെ ഇങ്ങനെ ഒരു 5 മില്യൺ തന്നുമ്പോഴത്തേക്ക് ഈ പൈസ ഒരു കാർ മേടിക്കാം, എന്നാ 2 തോക്ക് മേടിക്കാം, ഗേൾസ് പാർട്ടി, ഫ്രണ്ട്സിനൊക്കെ കുറച്ച് പൈസ കൊടുക്കുന്നു. അത് കഴിഞ്ഞ് അതങ്ങ് തീരും. അപ്പോഴത്തേക്കാണ് ഡൗൺഫോൾ വരുന്നത്. അപ്പം അതാണ് ഈ ഡ്രഗ്സും ഇത് ഭയങ്കര കൾച്ചറലി എഫക്ട് ചെയ്യുന്ന ഒരു സംഭവമാണ്. ബട്ട് യു നീഡ് ടു നോ എപ്പോൾ യൂസ് ചെയ്യണം, എപ്പോൾ യൂസ് ചെയ്യേണ്ട, നമ്മൾ എത്രമാത്രം ഡിപ്പെൻഡൻ്റ് ആണ് അല്ലെങ്കിൽ എത്രമാത്രം ഡിപ്പെൻഡൻ്റ് അല്ല, അത് സ്വയം മനസ്സിലാക്കുന്നത്. നമുക്കൊരിക്കലും ഒരാളെ നന്നാക്കാൻ പറ്റില്ല. കൗൺസിലിങ്ങോ അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റോ ആരും വന്നിരുന്ന് എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല. സ്വയം തീരുമാനം എടുക്കണം. ഐ വോണ്ട് ഗെറ്റ് ഔട്ട് ഓഫ് ഇറ്റ് എന്ന് സ്വയം തീരുമാനിച്ചിറങ്ങി. ഇല്ലെങ്കിൽ യു ആർ സ്റ്റക്ക് ഇൻ ഇറ്റ്. അത് ആദ്യം അക്സെപ്റ്റൻസ് ആണ്. സ്വന്തമായിട്ട് അക്സെപ്റ്റ് ചെയ്യണം, എനിക്കൊരു ഡ്രഗ് പ്രോബ്ലം ഉണ്ട്, അല്ലെങ്കിൽ എനിക്കൊരു ആൽക്കഹോൾ പ്രോബ്ലം, എനിക്കൊരു അഡിക്ഷൻ ഉണ്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. എന്നിട്ട് വേണം അതിനെതിരെ ഫൈറ്റ് ചെയ്യാൻ. ഇത് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാവാത്ത ഒരാൾ എത്രത്തോളം
എനിക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ല, കൺട്രോൾ ചെയ്യാൻ എനിക്ക് എപ്പോ വേണമെങ്കിലും ഇത് നിർത്താം. അത് വിചാരിച്ചത് അപ്പൊ നിർത്തും. സിഗരറ്റ് വലിക്കുന്ന ആൾക്കാർ പറയും, സിഗരറ്റ് വലിക്കുന്നവർ ഏറ്റവും കൂടുതൽ പറയുന്നത് കിറ്റ് ചെയ്യാന്ന്. ഞാൻ ഈസ്റ്ററിൽ കിറ്റ് ചെയ്യും, ഡിസംബറിൽ കിറ്റ് ചെയ്യും, ന്യൂ ഇയർ ആകുമ്പോൾ കിറ്റ് ചെയ്യും. ഉറപ്പായിട്ട് ന്യൂ ഇയർ ഇട്ട് വലിക്കില്ല. അത് ഇതെല്ലാം ഒരു അഡിക്ഷനാണ്. നമ്മൾ പോലും അറിയാതെ നമ്മൾ ഡിപ്പെൻഡന്റും അഡിക്റ്റഡും ആവുന്നതാണ്. അതിൽ നിന്ന് ഇറങ്ങാനും ഭയങ്കര പാടാണ്. അവരെന്നെ അഡിക്റ്റഡ് ആണെന്ന് അക്സെപ്റ്റ് ചെയ്യില്ല. ഇപ്പം പറഞ്ഞ പോലെ ജസ്റ്റ് നാളെ നിർത്തിക്കോളാം. പിന്നെ ബോഡിക്ക് ഒരു ടോളറൻസ് ഉണ്ടല്ലോ. ഇപ്പം ഞാൻ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് 12ാം ക്ലാസ്സിലെല്ലാം ഒരു പെഗ് അടിച്ച് കഴിഞ്ഞാൽ തറ കിടക്കും. കണ്ണൊന്നും തുറക്കായി ഇങ്ങനെ തറ കിടന്ന് എന്താ പറ്റുന്ന ഛർദിക്കുന്നു. പിന്നെ കോളേജിൽ എത്തുമ്പോൾ ഒരു ഫുള്ള് നിർത്താലും ഒരു കുഴപ്പമില്ല, ബോഡി അത്രയും ടോളറേറ്റ് ചെയ്യാൻ തുടങ്ങി. പിന്നെ അങ്ങോട്ട് ടോളറൻസ് ആവോ. ടോളറൻസ് ഹെവി ആവുന്നതിനനുസരിച്ച് നമ്മൾ കുടിക്കുന്നതിന്റെ ലിമിറ്റ് എത്ര, അതേ സംഭവമാണ് ഈ ഓവർഡോസ് ആവത്തില്ലേ, ഈ റാപ്പേഴ്സ് ഒക്കെ ഓവർഡോസ് ആവുന്നു എന്ന് പറയുന്നത്. സെയിം രീതിയാണ്. ഒരു പില്ലിട്ട് ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയി ചാടി കിടക്കുന്നു, ഈ ഒരു പില്ലിട്ടിട്ട് 2 3 പിന്നെ കൺട്രോൾ പോകും. ലൈക്ക് പിന്നെ ഈ ഒരു ഫോമിൽ അങ്ങ് ഇടുക, ലൈക്ക് ഐ ക്യാൻ മാനേജ് ബട്ട് ഇറ്റ് വിൽ ഹിറ്റ് യു അറ്റ് 1 point of time ഇങ്ങനെ ഒറ്റയടിക്കടിക്കല്. അപ്പോൾ ഉറപ്പായിട്ടും നല്ലൊരു രീതിയിൽ അടിക്കും. പിന്നെ സ്നൂപ്പ് ഡോഗ് ഒക്കെ കണ്ടിട്ടുണ്ട്. ഫുള്ള് ജോയിന്റ് അടിച്ച് അത് അവര് പുള്ളിയൊക്കെ യൂസ് ചെയ്യുന്ന സാധനം അത്ര ഹൈ ഗ്രേഡ് ആണ്. അവർക്ക് സ്വന്തമായിട്ട് ഒരു ബ്രാൻഡ് ഇല്ലേ? വിസ് ഖലീഫയ്ക്കാണോ? ഇത് ബ്ലണ്ട് റോൾ ചെയ്യുന്ന ആൾക്ക് തന്നെ ഒരാളെ ശമ്പളം കൊടുത്ത് നിർത്തിയിട്ടുണ്ട് റോൾ ചെയ്ത് കൊടുക്കാൻ ഫുൾ ടൈം. പുള്ളിക്ക് തീരുന്നതിനനുസരിച്ച് റോൾ ചെയ്ത്. അപ്പം നമ്മള് അത് കണ്ടിട്ട് നാട്ടില് കൊല്ലത്തുള്ള ഞാനെന്നും കഞ്ചാവലിക്ക് കാര്യം അങ്ങനല്ല. സ്നൂപ്പ് ഡോഗ് വലിക്കുന്നത് ഹൈ ഗ്രേഡ്, അതിനൊരു അസുഖം വരത്തില്ല, അല്ലെങ്കിൽ അത് ഇത്രയും പ്യുവർ ഫോമിലൊക്കെ ഭയങ്കര റിസർച്ച് ഒക്കെ ചെയ്തിട്ട്. വിസ് ഖലീഫ പറയും അതിനനുസരിച്ച് മൂപ്പര് ഈ ലങ് കപ്പാസിറ്റി ഒക്കെ കുറയല്ലോ, അതിനായിട്ട് വേറെ ട്രെയിൻ ചെയ്യുന്നൊക്കെ. നമ്മളിപ്പോ എന്ത് സാധനം ഉപയോഗിച്ചാലും നമ്മൾ പ്രോപ്പറായിട്ട്, എനിക്കത് പറയാനുള്ള ഇതെല്ലാം കാര്യം ഞാൻ തടിച്ച് പക്ഷെ ജിമ്മിലൊക്കെ പോയി കറക്റ്റായിട്ട് ബോഡി അതൊക്കെ കറക്റ്റായിട്ട് ചെയ്യുന്നവർക്കാണെങ്കിൽ കള്ളു കുടിച്ചാലും കഞ്ചാവ് അടിച്ചാലും മാത്രം. സ്നൂപ്പ് വലിക്കണ വേറെ, സനൂപ്പ് വലിക്കണ ആ ഒരു കാര്യം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കൾച്ചറലി ഡിഫറൻസ് ഉണ്ട്. നമ്മള് ഹിപ്പ് ഹോപ്പ് US ബേസ്ഡ് ആയതുകൊണ്ട് അവര് കഞ്ചാവ് വലിക്കുന്നു, അവര് ബെൻസി പോകുന്നു, അതുകൊണ്ട് നമ്മള് കേരളത്തിൽ ബെൻസി പോകണം. പക്ഷെ ആ ഒരു ചിന്താഗതി ഇപ്പൊ ഒരുപാട് മാറി. ഇപ്പം വീഡിയോസ് ആണെങ്കിലും ഭയങ്കര ലോക്കൽ സെറ്റപ്പിലാണ് കാണിക്കുന്നത്. നമ്മുടെ കൾച്ചർ അത് RX സെന്ററിൽ കയറി ഇരുന്നിട്ട് കത്തിയെടുത്ത് ബാക്കി വെച്ചിട്ട് കൂട്ടുകാരോട് റിസർട്ടും വെച്ചിട്ട് പോകുന്നത്, അതാണ് ഇപ്പൊ കുറച്ചും കൂടെ തലക്കനൊക്കെ അങ്ങനെ അയ്യോ ചെയ്തതും ഹനുമാൻ കഴിഞ്ഞു MC കൂപ്പർ, അതിലൊക്കെ പ്യുവർ ഫോം ഓഫ് ഒരു കവിത ചൊല്ലുന്ന പോലെയാണ് MC കൂപ്പറൊക്കെ റാപ്പ് ചെയ്യുന്നത്. അത് പക്ക. എനിക്ക് MC കൂപ്പറിന്റെ റാപ്പ് എനിക്ക് പേഴ്സണൽ ഫേവറേറ്റ് ആണ്. കാര്യം പുള്ളി ആ ഒരു കൾച്ചർ ഭയങ്കരമായിട്ട് കീപ്പ് ചെയ്ത്. എഴുത്തച്ഛൻ്റെ ഒക്കെ ഈ പാണ്ഡൻ, ഞാനൊക്കെ ആദ്യം പഠിച്ച കവിത പാണ്ഡനായുടെ പല്ലിന് കവിത എനിക്ക് പണ്ടേ അറിയാം കാണാതെ ഫുൾ കവിത. അപ്പൊ അത് റാപ്പ് ഫോമിൽ വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. പാണ്ഡൻ നായുടെ പല്ലിന് ശൗര്യം പണ്ടേ പോലെ ഭരിക്കുകയില്ല, പണ്ടിവന്റെ ഒരു കടിയാലൊരു പുലിയെ കണ്ടിച്ചത് ഞാൻ. അപ്പം ഇത് അത്രയും പ്യുവർ ഫോമിലാണ് ഇവരൊക്കെ എഴുതിയിട്ടുള്ളത് പണ്ട് കാലത്തുള്ള. അപ്പം ഈ ഒരു രീതിയിലാണ് MC കൂപ്പറിന്റെ റാപ്പൊക്കെ. ബാടാ ചൂട് കളിക്കാം, മറ്റേ ആ ഒരു ആക്സെന്റും അങ്ങനത്തെ പ്രിറ്റൻഷ്യസ് അല്ല. പക്ഷെ ലൈക്ക് ഐ സെഡ്, ഇത് എന്റെ ഫേവറേറ്റ് ആണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. അതേപോലെ ഇത് പല ആൾക്കാർ പല സ്റ്റൈലിൽ ചെയ്യുന്നതും അത് അവരുടേതായ ഒരു സ്റ്റൈല് പുതിയത് കൊണ്ടുവരുന്നത് ഇഷ്ടപ്പെടുന്നവരുണ്ട്, ഇല്ലാത്തവരുണ്ട്. അങ്ങനെ ഇപ്പൊ US-നെ പറ്റി പറഞ്ഞു, എങ്ങനെ യൂറോപ്പിനെ കാണുന്നത്? ഇപ്പൊ പോളണ്ടിൽ കൊളാബ് ചെയ്യുന്നുണ്ട്. ഹിപ്പ് ഹോപ്പ് ഇസ് ബിഗ്. യൂറോപ്പിൽ പ്രത്യേകിച്ച് പോളണ്ട് ഹിപ്പ് ഹോപ്പ് ഭയങ്കര. നമ്മുടെ ഒന്നും ഹിപ്പ് ഹോപ്പ് അത്ര ലെവലിൽ എത്തിയിട്ടില്ല. നമ്മളൊക്കെ ഭയങ്കര ചെറിയ ഇൻഡസ്ട്രിയാണ്, ബേബിയാ, പ്രസവിച്ചേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു. അതേപോലെ പക്ഷെ പോളണ്ട് ഹിപ്പ് ഹോപ്പ് ഒക്കെ എന്ന് വെച്ചാൽ ഭയങ്കര. ഇതൊക്കെ 1980s തൊട്ട് പോളണ്ട് 1980s 90s തൊട്ട് ഹിപ്പ് ഹോപ്പ് ഇവിടെ ഭയങ്കര വലുതാണ്. ഇവിടെ ഫെസ്റ്റിവൽസ് ഉണ്ട്, ഇവിടുത്തെ ആർട്ടിസ്റ്റുകൾ ടോപ്പ് ലെവൽ ആർട്ടിസ്റ്റുകളാണ്, ഇന്റർനാഷണൽ ലെവൽ ഹിറ്റ് ആർട്ടിസ്റ്റുകൾ. അതേപോലെ തന്നെ നമ്മളിപ്പോൾ മെക്ഡിയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ റാപ്പറിന്റെ കൊളാബറേഷനുള്ള ബർഗേഴ്സ് ഉണ്ട്. മാറ്റയുടെ ഇതുണ്ട്. മാറ്റയൊക്കെ ഭയങ്കര ഫേമസ് ആർട്ടിസ്റ്റാണ്. അതേപോലെ തിമെക്, ഞാൻ ആദ്യം എനിക്കൊന്ന് ഏത് കർമ്മ ചെയ്തത് തിമെക് എന്ന് പറഞ്ഞ ഒരു ഭയങ്കര ഹിറ്റ് റാപ്പ്. തിമെക്കിന്റെ പാരീസിൽ വെച്ചൊരു ട്രാക്ക് ഉണ്ട്, അത് ഭയങ്കര വേൾഡ് ഹിറ്റ് ആയിരുന്നു. അവരുടെ ഈ റെക്കോർഡ് ചെയ്ത സ്റ്റുഡിയോയിലാണ് ഞാൻ റെക്കോർഡ് ചെയ്തത് കർമ്മേന്റെ. അപ്പൊ അവരിങ്ങനെ അവിടെ വലിയ മറ്റേ പ്ലാറ്റിനം റെക്കോർഡ് തിമെക്കിന്റെ ട്രാക്ക് ഹിറ്റായി.
പിന്നെ ഇവിടെ വാർണർ ബ്രോസ് ഒക്കെയാണ് ഇവിടെ ഇതൊക്കെ ചെയ്യുന്നത്, റെക്കോർഡ് ലേബിൾസ് ഒക്കെ. പിന്നെ പോളിഷ് ഹിപ്പ് ഹോപ്പ് ഇസ് ബിഗ്, ഭയങ്കര വലുതാണ് ഇവിടെ. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ കൾച്ചറുമായിട്ട് ഭയങ്കര ഓറിയന്റഡ്. ഇപ്പം നമ്മളിപ്പോൾ ഉർസ്നോ ഏരിയയുടെ ഇവരുടെ കൾച്ചറൽ പ്രോഗ്രാം നടക്കുന്ന കണ്ടിട്ടുണ്ടോ? വലിയ സ്റ്റേജ് ഒക്കെ കെട്ടി ഇടയ്ക്ക് പ്രോഗ്രാം നടക്കും. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ നോക്കുമ്പോ റാപ്പാ, ഇത്രയും പ്രായമുള്ള ആൾക്കാരെല്ലാം അവിടെ നിൽക്കുക, ഇവരെല്ലാം ഇങ്ങനെ ആ സാധനം. പിന്നെ ഇവരുടെ കുറച്ചും കൂടെ 90s ഹിപ്പ് ഹോപ്പാ, 90s ഹിപ്പ് ഹോപ്പ് സ്റ്റൈലാണ് ഇവരിപ്പോഴും യൂസ് ചെയ്യുന്നത്. പിന്നെ ഇപ്പം കുറച്ച് ഓട്ടോട്യൂൺ ഒക്കെ വന്നു, പ്ലേ ബോയ് അതൊക്കെ ഇവിടുത്തെ ടീനേജേഴ്സ് ഒക്കെ ഇപ്പം അതിപ്പോ ഹിറ്റായത്. പണ്ട് കാലത്ത് എനിക്ക് ഞാനൊക്കെ റാപ്പ് വെക്കുന്ന സമയത്തൊക്കെ ആൾക്കാർ പറയും, ഓ ദിസ് ഇസ് നോട്ട് റിയൽ റാപ്പ്, ഇത് ഓട്ടോട്യൂൺ. ബട്ട് അത് കേൾക്കാൻ ഇപ്പൊ ഒരു വലിയ ട്രാവിസ് സ്കോട്ടൊന്നും ഇവിടെ ഒരു ചെറിയൊരു ഫെസ്റ്റിവലിനൊന്നും പെർഫോം ചെയ്യത്തില്ല. ട്രാവിസ് സ്കോട്ടിന്റെ ആള് വരുന്നുണ്ട്. ഇപ്പൊ എന്റെ നോ പ്രഷർ എന്ന് പറഞ്ഞ ട്രാക്കില് റൂഹ് എന്ന് പറഞ്ഞ ഒരു ആർട്ടിസ്റ്റ് ആണ് ഇവിടെ, പോളണ്ട് ബേസ്ഡ്. അപ്പം റൂഹിന്റെ റെക്കോർഡിംഗ് പ്രോസസ്സ് കണ്ടിട്ട് ഞാൻ ഇങ്ങനെ അന്തം വിട്ടു. അവന്റെയും ഇതേപോലെ മറ്റേ പ്ലേ ബോയ് കാർട്ടി ട്രാവിസ് സ്കോട്ട് മിക്സാ. അപ്പൊ ആ പാട്ട് കേൾക്കുമ്പോൾ ലാസ്റ്റ് അവൻ വരുന്നത്. അപ്പൊ അവൻ റെക്കോർഡ് ചെയ്യുന്നത് ഇങ്ങനെ, അവൻ പറഞ്ഞ അപ്പൊ ഞാൻ ഇങ്ങനെ നോക്കിക്കോളി, അവൻ ഇങ്ങനെ ഇതിലിങ്ങനെ സ്വന്തമായിട്ട് ഇങ്ങനെ ലാപ്പിൽ എന്തൊക്കെയാ ചെയ്ത് തന്നിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് ഒരു വേർഡ് വെച്ച്, ഞാൻ റാപ്പർ എന്ന് എനിക്ക് ആ കൂടി അറിയാവുന്നത് ഞാൻ ഒറ്റ സ്ട്രെച്ചിൽ തീർന്നു. എന്നിട്ട് വീണ്ടും അത് മോഡിഫൈ ചെയ്ത് ഇങ്ങനെ കൊണ്ട് ഇവങ്ങനെ ഓരോ വേർഡായിട്ട് ചെയ്ത്. അപ്പൊ ഞാൻ ഇതെങ്ങനെ വരും ഇനി അവസാനം സാധനം കേട്ടപ്പോ ഞാൻ ഇവങ്ങനെ ഇവര് പാക്കൊക്കെ ഇട്ട് ഫുൾ പ്രോഗ്രാമേഴ്സും കൂടി. റാപ്പേഴ്സ് ഇപ്പം ഒരുപാട് ചേഞ്ച് ആവുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇപ്പൊ ആൾക്കാർ സ്വന്തമായിട്ട് തന്നെ മിക്സിങ് മാസ്റ്ററിങ് ചെയ്യും. പിന്നെ അതേപോലെ തന്നെ സ്വന്തമായിട്ട് തന്നെ ട്രാക്ക് ബീറ്റ് ഉണ്ടാക്കും. അനോണമസ് ഒക്കെ അങ്ങനെ, അനോണമസ് ഒക്കെ സ്വന്തമായിട്ട് എല്ലാം ചെയ്യുന്നത്. കാര്യം പുറത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതൊരു അപ്കമിങ് ആർട്ടിസ്റ്റ് എന്ന നിലയ്ക്ക് ഇതൊരു വലിയ എക്സ്പെൻസാണ്. പുറത്തൊരാളെ കൊണ്ട് മിക്സിംഗ് മാസ്റ്ററിങ് ചെയ്യിപ്പിക്കുക, പുറത്തൊരാളെ കൊണ്ട് ബീറ്റ് വാങ്ങുക. ബീറ്റിനാവും പറയും 15,000 രൂപ. അപ്പൊ ആ 15,000 നമ്മൾ കൊടുക്കണ്ട, ഇത് ഇറ്റാവില്ലോ എന്നറിയാം. എങ്കിലും നമുക്ക് കരിയർ മൂവ് ചെയ്യാൻ വേണ്ടി പിന്നെ ട്രാക്ക് ഇറക്കിക്കൊണ്ടിരിക്കണം. ഒരു അപ്കമിങ് പുതിയതായിട്ട് ഒരു ആർട്ടിസ്റ്റ് ഈ ഫീൽഡിൽ വരുവാണെങ്കിൽ യു ഹാവ് ടു കീപ് ഡ്രോപ്പിംഗ്. അത് അതിനുള്ള സെറ്റപ്പ് നമുക്ക് വേണം. നമ്മൾ ഒരു ട്രാക്കിന് 15,000 രൂപ മുടക്കി ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട്, ഒരു പുതിയതായിട്ട് വരുന്ന ഒരാൾക്ക് ഇത് പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് സ്വന്തമായിട്ട് എല്ലാം പഠിക്കണം. എങ്ങനെ ഇത് ഇങ്ങനെ കണക്ട് ചെയ്യണം, എങ്ങനെ മൈക്ക് കണക്ട് ചെയ്യണം, ഏത് സോഫ്റ്റ്വെയർ യൂസ് ചെയ്യണം. എന്നിട്ട് സ്വന്തമായിട്ട് വീട്ടിൽ നിന്ന് തന്നെ റെക്കോർഡ് ചെയ്ത് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ഇത് ഏതെങ്കിലും ഒരെണ്ണം ക്ലച്ച് പിടിച്ചാൽ ബിഗ് അങ്ങനെ. പിന്നെ എല്ലാവരും ഇപ്പൊ ടീമായിട്ടാണ് വർക്കാവുന്നത്. എല്ലാവർക്കും ഒരുമിച്ച് രക്ഷപ്പെടണം. അതൊരു നല്ലൊരു ഐഡിയ ആണ്. ഒരുപാട് പേർക്ക് എൻ്റെ ഫ്രണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ബ്രോ പ്രൊഡ്യൂസ് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ആളാണ്. ഞാൻ റാപ്പറാണ്. അപ്പം ബ്രോ എനിക്ക് ബീറ്റ് തരും, അതിൽ ഞാൻ ചെയ്യും. അപ്പം നമ്മുടെ തന്നെ ഒരു ഫ്രണ്ട് ആയിരിക്കും മിക്സിംഗ് മാസ്റ്ററിങ് ചെയ്യുന്നത്. അപ്പൊ എല്ലാവരും അങ്ങോട്ടും കൊണ്ട് പൈസ ഒന്നും മേടിക്കില്ല. ബട്ട് ഓക്കെ ലെറ്റ്സ് ഗോ ഓൾ ടുഗെദർ. അപ്പൊ ഈ ഒരു വർക്ക് കണ്ട് വേറൊരാൾ ഒന്ന് കോൺടാക്ട് ചെയ്യും ബ്രോനെ, ഈ വർക്ക് കണ്ട് വേറൊരാൾ ബ്രോയെ കോൺടാക്ട് ചെയ്യും. അതേപോലെ ഹനുമൻ കൈൻ, കൽമി, പരിമൽ ഷൈസ്, അപ്പൊ അവരെല്ലാരും അങ്ങനെ ഒരു തുടങ്ങിയപ്പോ അവര് ഒരുമിച്ച് തുടങ്ങി. ഇപ്പം എല്ലാവർക്കും വർക്കുണ്ട്. ബിജോയ് ഷെട്ടിക്ക് ഇപ്പം ജ്വല്ലറിയുടെ ഒരു അഡ്വർടൈസ്മെന്റ് ചെയ്ത് ഞാൻ എൻ്റെ കിളി പോയി. അതാ ബിജോയ് ഷെട്ടിയാണ് എനിക്ക് തോന്നുന്നു ബിഗ് ഡോഗ്സിന്റെ ഡയറക്ടർ. അപ്പം പുള്ളിയൊക്കെ ഇപ്പം ചെയ്യുന്ന വർക്കൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര കൾച്ചർ ഓറിയന്റഡ്, വാളും പരിചയം മറ്റേ സ്വർണ്ണമൊക്കെ ഇട്ട് ഭയങ്കര ഈജിപ്ഷ്യൻ കിങ്സ് ഒക്കെ പോലെ അത് അത്രയ്ക്ക് ഇൻവോൾവ് ആയി ഇപ്പം. സോ ഇറ്റ്സ് ഗുഡ്. ഇനിയിപ്പോൾ കണ്ടറിയാം എങ്ങനെയാണെന്ന്. ഈ റീച്ച് എങ്ങനെ വരുന്നത്? ഇപ്പോൾ ഒരുപാട് ക്വാളിറ്റി ഉള്ള സാധനങ്ങളുണ്ട്, എല്ലാ ക്വാളിറ്റി ഉള്ള സാധനങ്ങളും റീച്ച് ആയിക്കോണമെന്നില്ല. അപ്പൊ എങ്ങനെയാ റീച്ച് എങ്ങനെ ഉണ്ടാവുന്നത്? റീച്ച് പല ഇപ്പൊ ഈ റെക്കോർഡ് ലേബിൾസും വലിയ ഹൈ എൻഡ് റെക്കോർഡ് ലേബിൾസ് ഒക്കെ ആണെങ്കിൽ അവർ അതിന് വേണ്ടി തന്നെ പൈസ മുടക്കും. നമ്മുടെ നാട്ടിൽ എത്ര ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്? 1000, 1500, 2000 എല്ലാവരും ഇൻഫ്ലുവൻസേഴ്സാണ്. എല്ലാവർക്കും 100K 200K യൂട്യൂബിലൊക്കെ. അവര് ജസ്റ്റ് ഒന്ന് പറ, ഓ ഞാൻ ഇന്ന് രാവിലെ എണ്ണിച്ചപ്പോൾ ഞാനൊരു ട്രാക്ക് കണ്ടായിരുന്നു, അമേസിംഗ്, യു ഗൈസ് ഹാവ് ടു ചെക്ക് ഇറ്റ് ഔട്ട്. ഇതിന് ഒരു 30,000 രൂപ മേടിച്ചിട്ടുണ്ടോ? എന്നിട്ട് മറ്റേ ഫുൾ ആക്ട് ചെയ്തിട്ടാ പറയുന്നത്, ഇന്ന് രാവിലെ ഞാൻ എണ്ണിച്ചപ്പോ പെട്ടെന്ന് കണ്ട. ഒരുപാട് ഞാൻ പേരെടുത്ത് പറയുന്നത്, സ്ട്രീമേഴ്സ് പോലും ട്രാക്കുകൾ നല്ല പൈസ മേടിച്ചിട്ട് അവര് തന്നെ അവരുടെ ചാറ്റിൽ ഇടിയിപ്പിച്ചിട്ട് ഇതെന്താ ആരാ എനിക്ക് അയച്ചത്, ഇതെന്താ സംഭവം, കണ്ടിട്ടുണ്ട് ഒരുപാട് ഇത് കൊള്ളാം കേട്ടോ, ഓ മോൻ ഇതാരോ റാപ്പ് ചെയ്ത് ഇത് അടിപൊളി. 30,000 രൂപ മേടിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. 30 അല്ലെങ്കിൽ 50,000 രൂപ പറയുന്ന പൈസ.
ഇതെല്ലാം ഇവിടെ നടക്കുന്നുണ്ട്. എല്ലാരും ഫുഡ് കഴിക്കാൻ അരി മേടിക്കാൻ വേണ്ടിയുള്ള ഓട്ടത്തിലാണ്. അപ്പൊ എല്ലാരും ഇത് ഇങ്ങനെയൊക്കെയാണ് പ്രൊമോഷൻസ്. പിന്നെ ഇൻസ്റ്റാഗ്രാമില് റീൽസിന് അത് ഭയങ്കര ഒരു മാർക്കറ്റിംഗ് ആണ്. റീൽസ് ഇറക്കിക്കൊണ്ടിരിക്കും. അത് സോണി മ്യൂസിക് എനിക്ക് തോന്നുന്നു ഭയങ്കരമായിട്ട് റീൽസ് ഒക്കെ പുഷ് ചെയ്യും. നെഗറ്റീവ് സൈഡ് എന്താ പറയുക, ഇപ്പൊ നമ്മളിപ്പോ ഇൻസ്റ്റാഗ്രാമിൽ ഇതിങ്ങനെ കേട്ട് പിന്നെ ഒരു പോയിന്റ് എത്തുമ്പോ പാട്ട് നമുക്ക് സാച്ചുറേറ്റഡ് അത് ഉള്ള ഒരു കാര്യം സത്യല്ലേ. അത് ഇപ്പൊ ബിഗ് ഡോഗ്സിൽ ഒരുപാട് ആൾക്കാർ പറയും, എസ്പെഷ്യലി ഫോറിനേഴ്സ്, ഓ മൈ ഗോഡ് എസാബ്രോക്ക് വന്നോണ്ട് ഈ ട്രാക്ക് കേൾക്കാനെങ്കിലും ഇപ്പൊ പറ്റുന്നുണ്ട്. അങ്ങനെ ഒരു ഹേറ്റ്രഡ് ഉണ്ട്. കായൊക്കെ ഭയങ്കര ഗ്ലോബലായിട്ട് എല്ലാരും റീലിന് എന്തിനും ഡ്രസ്സ് മാറ്റുന്നതിനും കായ് എല്ലാത്തിനും അത് അങ്ങനെ ചില ഇത് ശരിക്കും അൽഗോരിതത്തിൽ എത്തിക്കുന്നതാണ് ഇതിലെ ഏറ്റവും വലിയ സ്കിൽ. സോ ഇപ്പം തിരുമാലിയുടെ പച്ച പരിഷ്കാരം, അതിപ്പോ ഒരാൾ ചെയ്തൊരു വീഡിയോ ഇട്ടു, അതങ്ങ് കയറി ക്ലച്ച് പിടിച്ചു. അപ്പൊ ഞാൻ എന്റെ മൈൻഡിലും എപ്പോഴും ഇതൊരു പച്ച പരിഷ്കാരം ഇതെന്റെ തലയിൽ തന്നെ ഇങ്ങനെ നിൽക്കും. അപ്പൊ ഞാനിങ്ങനെ കാറിൽ ഇരിക്കുമ്പോ പാട്ട് കേൾക്കും. അപ്പൊ ഒരു സ്ട്രീം അവന് കിട്ടി അതിൽ നിന്ന്. അങ്ങനെയാണ് ഇതിങ്ങനെ വൈറലാക്കണം. ഇത് പക്ഷെ ഇതിന്റെ ബാക്കിലൊക്കെ ചെയ്യുന്നതൊക്കെ ഭയങ്കര പ്രൊഫഷണൽ ടീംസ് ഒക്കെ ഉണ്ട്. അതെങ്ങനെ വൈറലാക്കണം. പടത്തിലൊക്കെ കണ്ടത്തില്ല, മറ്റേ പെട്ടെന്ന് ആക്ടേഴ്സ് ഇങ്ങനെ ഇന്റർവ്യൂലൊക്കെ ഇരിക്കുമ്പോ എണ്ണിച്ച് അലമ്പൊക്കെ ആയി അതിന്റെ വീഡിയോ ഇടും. അങ്ങനെ മൂവി പ്രൊമോഷൻ അങ്ങനെ വരും. അങ്ങനെയൊക്കെ വരും. എവൻച്വലി നിങ്ങൾക്ക് ഇതൊക്കെ കാണാൻ പറ്റും. ഇപ്പോൾ ഉള്ള ചെറിയ ചെറിയ പ്രൊമോഷണൽ ട്രിക്സ് ഒക്കെയാണ് ഇതൊക്കെ. പിന്നെ ഇതിങ്ങനെ പുഷായി നല്ല രീതി. പിന്നെ ചില ട്രാക്സ് ഒക്കെ പക്ഷെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഭയങ്കര ഹൈലി ടാലന്റഡ് പിള്ളേരുണ്ട്. ഭയങ്കര ഹൈലി ടാലന്റഡ്. ഞാൻ നമുക്കൊക്കെ പാട്ടൊക്കെ അയച്ചിരുന്ന ആർട്ടിസ്റ്റുകളൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമ്മളൊക്കെ ഫക്ക് ദിസ് ഇസ് സോ ഗുഡ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ലൈക്ക് എങ്ങനെ ഇവരെ പ്രൊമോട്ട് ചെയ്ത് അത്രയും ലെവലിൽ എത്തിക്കാം. അപ്പൊ ഇതൊരു ലേബൽ എടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇതിൽ നിന്ന് എന്ത് ലാഭം? അല്ലെങ്കിൽ ഈ ട്രാക്ക് അത്രയും വൈറൽ പോകണം. കൾച്ചറലി പറയുവാണെങ്കിൽ ഹിപ്പ് ഹോപ്പിൽ ഇത് വൺ ഓഫ് ദി ബെസ്റ്റ് ട്രാക്കാണ്. പക്ഷെ ഇത് മാസ് മീഡിയ കേൾക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയത്തില്ല. അവിടെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. ലേബിൾസും ആൾക്കാരും തമ്മിൽ അപ്പോഴാണ് കോൺവെർസേഷൻ വരുന്നത്. ലൈക്ക് ഈ ട്രാക്ക് കൊള്ളാം, നമുക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷെ നമുക്കിത് സെല് ചെയ്യാൻ പറ്റും. അത് കാരണം ഈ ആർട്ടിസ്റ്റുകൾ, ഒരുപാട് ആർട്ടിസ്റ്റുകളുടെ ട്രാക്ക് എനിക്കൊന്ന് വീക്ക്ലി ബേസിൽ കേരളത്തിൽ പാട്ട് ഇറങ്ങുന്നുണ്ട്. വീക്ക്ലി പോലും അല്ല, ഡെയിലി ബേസിൽ ഇറങ്ങുന്നുണ്ട് റാപ്പ്. പുതിയ ട്രാക്കുകൾ ചെയ്തു വന്നു. വളരെ ഫേമസ് ആർട്ടിസ്റ്റിന്റെ ഒഴിച്ച് കുഞ്ഞു ആർട്ടിസ്റ്റുകളുടെ എല്ലാം 1000 സ്ട്രീംസ് 2000 സ്ട്രീംസ് ഇങ്ങനെ കിടപ്പുണ്ട്. പക്ഷെ ഇതൊക്കെ സ്പോട്ടിഫൈയിലൊക്കെ ഉണ്ട്. പിന്നെ കുറേ പേജസ് ഒക്കെ ഉണ്ട്, ഹിപ്പ് ഹോപ്പ് ലവിങ് പേജസ്. അവരൊക്കെ ഷെയർ ചെയ്യാം ഇങ്ങോട്ടും ഒക്കെ. പിന്നെ നമ്മൾ തന്നെ ഇപ്പം ഞാൻ പറയുമ്പോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ്. അനോണമസും ഫിൽസും മാർക്കോലും റാപ്പ് ചെയ്തു. പക്ഷെ നോർമൽ ക്രൗഡിന് നോബഡി കേസ് മാർക്കോലെ ഒരു പാട്ട് എന്നുണ്ട്. പക്ഷെ നമുക്ക് ഹിപ്പ് ഹോപ്പിൽ നോക്കുമ്പോൾ നമുക്കറിയുന്ന നമ്മുടെ റാപ്പേഴ്സ് തന്നെ ഇതാ വരുന്നു ഇതില്. MC കൂപ്പറിന്റെ മറ്റേ രോമാഞ്ചത്തില് അതൊക്കെ നമുക്ക് എനിക്ക് തോന്നുന്നു തല്ലുമാല കഴിഞ്ഞിട്ട് അങ്ങോട്ട് പിന്നെ എല്ലാ പാട്ടിലും ഒരു കൊമേഴ്ഷ്യൽ റാപ്പ്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് വെച്ചാൽ ഈ ടോപ്പ് ലെവൽ റാപ്പറിനെ മാത്രമല്ല നോക്കുന്നത്. ഇപ്പൊ മുറയിൽ റാപ്പ് ചെയ്ത ആൾ ഒരു ചെറിയ ആർട്ടിസ്റ്റാണ്, ഭയങ്കര ഹൈ എൻഡ് റാപ്പർ ഒന്നല്ല. എന്നുവെച്ചാൽ വലിയ ഫേമസ് ആ ടൈറ്റിൽ ട്രാക്കില് മുറയിൽ ചെയ്തേക്കുന്നത് ഒരു നോർമൽ ആർട്ടിസ്റ്റ്. പക്ഷെ അവരെ പോലും അവർക്കൊക്കെ ഓപ്പർച്യൂണിറ്റി വരുന്നു. ഇപ്പൊ ചെറിയ ആർട്ടിസ്റ്റുകൾക്ക് പോലും ഒരു കോൺസേർട്ട് നടത്തണമെങ്കിൽ ഇപ്പൊ വർക്കല ഒരു കോൺസേർട്ട് നടക്കുന്നത് ചെറിയ 5-6 ആർട്ടിസ്റ്റാണ്. കുറച്ച് ആൾക്കാർക്ക് അറിയാവുന്ന ആർട്ടിസ്റ്റാണ്. അവർക്ക് ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ടെന്നുള്ള ഒരു കാര്യത്തിലാണ് ഏറ്റവും നല്ലത്. അല്ലാതെ ഇപ്പം ഞങ്ങൾ വലിയ ആർട്ടിസ്റ്റിനെ വെച്ച് മാത്രമേ കോൺസേർട്ട് നടത്തൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെറിയ ആർട്ടിസ്റ്റുകളൊന്നും ഒരിക്കലും മുന്നോട്ട് വരുന്നില്ല. പിന്നെ നല്ലതല്ലേ, ഒരുപാട് ചോയ്സ്, ഒരുപാട് ആൾക്കാർ, ഒരുപാട് കോളേജ് ഫ്രഷേഴ്സ്, അവർക്കൊക്കെ ചെറിയ ബഡ്ജറ്റ് ആയിരിക്കും. അവർക്ക് വലിയ ആർട്ടിസ്റ്റിനെ കൊണ്ടുവരാനുള്ള ബഡ്ജറ്റ് കാണത്തില്ല. അപ്പൊ അവര് എല്ലാം നോക്കുമ്പോ ഇവൻ കൊള്ളാം കൊണ്ടുവരും. അവൻ വന്നിട്ട് അവിടെ ഒരു പെർഫോമൻസ് പിള്ളേരെന്തായാലും ചാടും. പിള്ളേർക്ക് പാട്ട് നല്ലൊരു റാപ്പറാണ്, നല്ലൊരു റാപ്പാണെങ്കിൽ ആ ഒരു സ്റ്റൈല് കോസ്റ്റ്യൂം എല്ലാം ഇട്ട് അവിടെ നല്ല പിള്ളേരായിട്ടൊക്കെ ഫുൾ കമ്പനിയായി ചെയ്യുമ്പോഴത്തേക്ക് അത് ഹിറ്റാണ്. അപ്പൊ അത് കണ്ടിട്ട് വേറെ ഏതെങ്കിലും കോളേജിൽ വരുത്താൻ പറയും അവൻ കൊള്ളാം കേട്ടോ, അവരുടെ കഴിഞ്ഞോട്ട് മറ്റൊരു ഫ്രഷേഴ്സ് ഉണ്ടായിരുന്നു, അടിപൊളിയാണ്, നമുക്ക് ഇവനെ കൊണ്ടുവരാം. അങ്ങനെ കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ ഒരുപാട് പേർക്ക് എനിക്ക് നാട്ടിൽ നിൽക്കുന്ന ഒരുപാട് പേർക്ക് ഇപ്പം ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ട് നല്ല രീതിയിൽ. അപ്പൊ നമുക്ക് കുറെ സംസാരിച്ചു. ഇപ്പൊ ഇത് കൺക്ലൂഡ് ചെയ്യാൻ എനിക്കൊരു പോയിന്റ് ഇപ്പൊ ബ്രോ പറഞ്ഞ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി. പണ്ട് ഈ റിയാലിറ്റി ഷോയിലൊക്കെ പാട്ട് പാടുമ്പോ ആൾക്കാര് ഇതെന്ത് പാട്ട്, ഇങ്ങനെയല്ലേ ഈ പാട്ട് പാടേണ്ടത്, അതേമാതിരി ഒരു ആർട്ടല്ല ഒരിക്കലും ഹിപ്പ് ഹോപ്പ്. അപ്പൊ എല്ലാ ടൈപ്പുള്ള പല ആൾക്കാർക്ക് പല രീതികളാണ്, ശൈലികളാണ് അല്ലേ. അപ്പൊ ഇപ്പൊ ഇവര് പരസ്പരം ഹേറ്റ് ചെയ്യണതും ഇപ്പൊ നമ്മൾ പറഞ്ഞ ഒരു മലപ്പുറത്തെ ഭാഷ ഇത് മാപ്പിളപ്പാട്ടല്ലേ വെച്ച് പറയുന്ന ആൾക്കാരുണ്ട്. അതില് കാര്യമില്ല. നമ്മളും എനിക്കറിയാത്ത സമയത്ത് പോലും ഞാൻ പോലും ആലോചിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ആലോചിച്ചപ്പോഴാണ് മനസ്സിലായത്
അവര് വളർന്നു വന്ന കൾച്ചർ അതാണ്. ദഫോട്ടും മറ്റേ കോൽക്കളി, മലബാറി ബാങ്കർ എന്നുള്ള പാട്ട് ബേസിക്കലി ഒരു മാപ്പിളപ്പാട്ടിൻ്റെതാണ്. എന്റെ ജോക്കറൊക്കെ എനിക്കറിയാവുന്ന ജോക്കർ എന്നെ പണ്ട് ജോക്കറൊക്കെ ഫേമസ് ആവുന്നതിന് മുമ്പ് എന്റെ ഏതൊരു ട്രാക്ക് ജോക്കർ എന്റെ ഫോളോ ചെയ്ത് അതെനിക്കൊരു വലിയ ഇതായിരുന്നു. ജോക്കർ ബ്രോഡ് പാട്ട് പാടി അടിപൊളി റാപ്പായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര. പിന്നെ MHRനെയും കുറെ ഇടയ്ക്ക് വെച്ചിട്ട് MHRും ഇങ്ങനെ ഇതായി ഫോളോ ആയി. അപ്പം അവരെല്ലാവരും ഇത് ചെയ്യുമ്പോൾ അവരൊക്കെ സംസാരിക്കുമ്പോൾ അവർക്ക് ഇതിനു വേണ്ടി ഭയങ്കര ഹസിൽ ചെയ്ത്. അപ്പൊ അവരുടെ ബീറ്റുകളൊക്കെ ഒരേപോലെ മറ്റിങ്ങനെ കുറച്ച് മാപ്പിള സ്റ്റൈലൊക്കെ. പക്ഷെ അവര് വളർന്നു വന്ന ആ കാലഘട്ടമാണ്. അവര് വളർന്നു വന്നതും കണ്ടതും കേട്ടതുമാണ് അവര് മ്യൂസിക് ആയിട്ട് പുറത്തോട്ട് ലിൽ പയ്യന്റെ ഒക്കെ പാടും. അപ്പൊ അവര് അതിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അതാണ് ഹിപ്ഹോപ്പ്. ഇപ്പൊ ഞാൻ മലപ്പുറത്ത് ആൾക്കാർ ചെയ്യുന്ന കണ്ടിട്ട് അത് നല്ല രീതി ഓടുന്നുണ്ട്, അതുകൊണ്ട് ഇന്ന് തൊട്ട് ഞാൻ കൊല്ലത്തുനിന്ന് മാപ്പിള പാട്ട് വെച്ചിട്ട് മോഹൻലാല് മുസ്ലിം ഭാഷ പറയുന്ന അങ്ങനെ ചെയ്യുന്നവരുണ്ട് കേട്ടോ. അങ്ങനെ ആൾക്കാർ ചെയ്യുന്നവരുണ്ട്. കാര്യം ഇതോടും അതുകൊണ്ട് അങ്ങനെ ചെയ്തു നോക്കാം. പക്ഷെ ആർട്ടിസ്റ്റ് എന്ന നിലയ്ക്ക് സ്വന്തമായിട്ട് നമ്മുടെ സ്റ്റൈലും നമുക്ക് എന്താ ചെയ്യണം അത് നമ്മൾ മനസ്സിലാക്കാതെ പൈസക്ക് വേണ്ടി ഇത് എനിക്ക് ഫേമസ് ആവണം, എനിക്ക് റിച്ച് ആവണം എന്ന് പറഞ്ഞ് ചെയ്ത് കഴിഞ്ഞാൽ രക്ഷപ്പെടാൻ പാടാണ്. നിങ്ങളുടെ റൂട്ട്സിനോട് സ്റ്റിക്ക് ഔട്ട് ചെയ്യണം. ഈ ഫേമസ് ആയ എല്ലാ ആർട്ടിസ്റ്റുകളും ഇവര് ഇപ്പൊ എങ്ങനെ അവര് ട്രാക്ക് ചെയ്യുന്നതെന്ന് ഞാൻ പറയട്ടെ. പക്ഷെ എങ്കിൽ പോലും അവര് വന്ന് ഇത്രയും ലെവലിൽ എത്തിയത് അവര് ഒന്നും ഇല്ലാത്തടത്ത് നിന്ന് അവരുടെ പാഷനും അവർക്ക് മനസ്സിലായതും വെച്ചിട്ട് അവർ പുഷ് ചെയ്താണ് അവർ ഈ ലെവലിൽ എത്തിയപ്പോൾ. അതുകൊണ്ട് പിന്നെ എല്ലാവർക്കും ഇൻഡിപെൻഡന്റ് സ്പേസും ഉണ്ട്, ഇഷ്ടം പോലെ സ്പേസ് ഉണ്ട്. കാര്യം ഞാൻ പറഞ്ഞല്ലോ ഇത് ഒരിക്കലും മറ്റേ ബലൂൺ പോലെ ഇനി പൊങ്ങിയ പൊട്ടും എത്തിയിട്ടില്ല, ഒരിക്കലും എത്തിയിട്ടില്ല. ഇത് ജസ്റ്റ് ബേസിക് ആണ്, എത്തൂല്ലല്ലോ അല്ലേ. ഒരിക്കലും പൊട്ടുന്ന ലെവലല്ല. ഇനി ഇതിങ്ങനെ കൂടിക്കൊണ്ടേ പുതിയ സ്റ്റൈൽസ് വരുന്ന എത്ര ഹിപ്ഹോപ്പ് സ്റ്റൈൽസ് ഉണ്ടെന്നറിയാം. ഇപ്പൊ ഈ ഞാൻ ലാസ്റ്റ് ആയിട്ട് ഈ ഉക്രൈൻസുമായിട്ട് ചെയ്ത ഷോയ്ക്ക് ചെയ്തത് ബ്രസീൽ ഫങ്ക എന്ന് പറയുന്ന സംഭവം. ഞാൻ റെഗട്ടൺ അങ്ങനത്തെ ഒരു ബീറ്റാ അത് അന്ന് എടുത്തത്, പേപ്പർ എടുത്തത്. അപ്പൊ അതിൽ ഞാൻ ചെയ്തു തുടങ്ങി. അപ്പം ഈ റെഗട്ടൺ ഒക്കെ നമ്മുടെ ഇവിടെ വരുന്നത് ഇപ്പൊ ഡ്രം ആൻഡ് ബേസ് പോലും ഗ്രൈം ടൈപ്പ് മ്യൂസിക്, അതായത് UK റാപ്പ് മ്യൂസിക് വേറെ സ്റ്റൈലാണ്. അവർക്ക് ഗ്രൈം എന്ന് പറയുന്നത് ഡ്രം ആൻഡ് ബേസ് ആ അത് കൂടുതൽ യൂസ് ചെയ്യുന്നത്. മറ്റേ സ്റ്റോംസി ആ ഡ്രം ആൻഡ് ബേസിന്റെ ഒക്കെ പരിപാടി ഇപ്പം നമ്മുടെ നാട്ടിൽ തുടങ്ങിയിട്ടുണ്ട്. ഞാനിപ്പോൾ ലാസ്റ്റ് ആയിട്ട് കേട്ട സംഹാരമാണ് എർത്ത് ഗ്രൈമിന്റെ ഈ പാട്ട് വന്നിട്ടുണ്ട്. അതിലും ഇങ്ങനെ പിന്നെ ആൽഫബറ്റിക് ഓർഡറിൽ റാപ്പ് ചെയ്തിട്ടുണ്ട് ഈ എർത്ത് ഗ്രൈമും. അതേപോലെ UAയിലുള്ള ഫുറയൊക്കെ പണ്ട് ഭയങ്കര ഫേമസ് ആയിരുന്നു. ഫുറ ഇപ്പോഴും ഫേമസ് ആയിട്ടോ, നല്ല റാപ്പറാണ് അവൻ. ഇംഗ്ലീഷിൽ ABCD അങ്ങനെ വാക്കുകൾ യൂസ് ചെയ്ത് Z വരെ, എന്നിട്ട് എന്ന് എർത്ത് ഗ്രൈം മറ്റേ അങ്ങനെ റാപ്പ് ചെയ്ത് അതൊക്കെയാണ് പുതിയ സ്റ്റൈൽസ് കൊണ്ടുവരുക. അപ്പൊ എനിക്ക് തോന്നി ഇനിയും പുതിയ സ്റ്റൈൽസ് വരും, പുതിയ വോക്കൽസ് വരും. അപ്പം ഇതിനൊരു എൻഡില്ല. എന്ന് നമ്മുടെ ആർട്ടിസ്റ്റുകൾ റോൾസ് റോയ്സിൽ പോകുന്നു അന്നാണ് നമുക്കൊരു എക്സ്ട്രീം എന്നൊക്കെ പറയാൻ. അത് 4 മാൻഷനും 2 റോൾസ് റോയ്സും ഒക്കെ മേടിച്ചിട്ട് ഞാൻ റിച്ച് ആയത് ബിക്കോസ് ഓഫ് റാപ്പ് എന്നുള്ള ഒരു ലെവലിൽ എത്തണം. അതാണ് അതിന്റെ പിനാക്കിൾ. അപ്പൊ നമ്മൾ അത്രയും വലിയ ഫേമസ് ആർട്ടിസ്റ്റ് ആയി. അത്രയും എനിക്ക് തോന്നുന്നില്ല അത് അത്ര ഫാർ അല്ല. ബിക്കോസ് കേരളത്തിൽ നിന്നുള്ള ഒരു ആർട്ടിസ്റ്റ്, മലയാളി ഒരു ആർട്ടിസ്റ്റ് എസാപ്രോക്കെ ആയിട്ട് കൊളാബ് ചെയ്തെന്ന് പറയുമ്പോൾ അത് ജസ്റ്റ് ഒരു ഓപ്പണിംഗ് ആണ്. അതൊരു ഇപ്പം എല്ലാവർക്കും അറിയാം, എല്ലാ റാപ്പേഴ്സിനും. എസ് എ നാളെ ഒരു വലിയ ഹിപ്ഹോപ്പില് ലെജൻഡായ ഒരു ആർട്ടിസ്റ്റായിട്ട് കൊളാബ് ചെയ്യത്തില്ല എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. എസ് ഐക്ക് അതിനുള്ള സ്കില്ലുണ്ട്. എസ് ഐക്ക് എന്തായാലും നാളെ കാലത്ത് എമിനോ ആയിട്ട് ഒരു ട്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ എമിനോ ഏതാ എസ് ഏതാന്ന് പറയണ്ടല്ലോ. അതാണ്. അതേപോലെ ഈ എസ് ഐയുടെ ട്രാക്ക് റിയാക്ട് ചെയ്യുന്ന പുറത്തുള്ളവരാണെങ്കിലും അവരും പറയും ഇത് ഭയങ്കര എമിനത്തിന്റെ സ്റ്റൈൽ. ഇപ്പൊ എസ് ഐനെയൊക്കെ പോയി ഞാനൊക്കെ ചൊറിയാന്ന് കഴിഞ്ഞാൽ എസ് ഐക്ക് ഇങ്ങനെ ലിറിക്കലി കൊന്നു. അപ്പം അതാണ് എമിനത്തെ പേടിയാ എല്ലാവർക്കും. എമിനത്തെ ആരും അതൊക്കെ അത്രയും ഫോം ഓഫ് ഡിസ്സിങ് ഒക്കെ മലയാള ഹിപ്ഹോപ്പിൽ എത്തിയിട്ടില്ല. പണ്ടൊക്കെ ഇങ്ങനെ പൊട്ടി മുളച്ചിട്ടുണ്ട് അവിടെ ഇവിടെയൊക്കെ ചെറിയ ഡിസ്. പക്ഷെ അതൊന്നും ഓഡിയൻസ് ഇല്ലെങ്കിൽ ഡിസ് കാര്യമില്ല. ഓഡിയൻസ് വരണം. ഓഡിയൻസ് അപ്പൊ ഈ കെൻഡ്രിക് ലാമാറും ഡ്രേക്കും തമ്മിൽ ഡിസ് വരുവാണെങ്കിൽ കെൻഡ്രിക് ലാമാറിന്റെ ഓരോ ലൈൻ വൈസ് കേട്ടിട്ട് പറഞ്ഞു ഡ്രേക്ക് അപ്പുറത്തിടുമ്പോ വേറെ ആൾക്കാർ നമ്മൾ രണ്ടുപേരും ഇതേപോലെ ഡ്രേക്കാണ് അടിപൊളി അല്ല കെൻഡ്രിക്കാണ് അടിപൊളി അങ്ങനെ പോയാലേ ഹൈപ്പാവും. അല്ലാതെ ഇപ്പൊ എന്തായാലും മലയാളത്തിൽ അങ്ങനെ ഡിസ് ഒന്നും എന്റെ അറിവിലില്ല.
എല്ലാം ഇങ്ങനെ സട്ടിലായിട്ടുള്ള അവനെ എനിക്ക് ഇഷ്ടമല്ല, പക്ഷെ ഞാൻ അവന്റെ പേര് പറയത്തില്ല, പക്ഷെ ഞാൻ എന്തെങ്കിലുമൊക്കെ പറയാറ് അങ്ങനെയൊക്കെ. പക്ഷെ എവൻച്വലി ആ ഒരു ഫോം ഓഫ് എത്തും. എത്ര പേര് ഫ്രണ്ട്ഷിപ്പൊക്കെ ഇപ്പോൾ ഉള്ള ഹിപ്പ് ഹോപ്പിലുള്ള ഫ്രണ്ട്ഷിപ്പൊക്കെ എത്ര നാൾ ഫ്രണ്ട്സായി നിൽക്കും, ഇനി എത്ര പേര് ശത്രുക്കളാവും, അതൊന്നും പറയാൻ പറ്റില്ല. ഇറ്റ്സ് എ കോമ്പറ്റേറ്റീവ് സ്പോർട്ട്. താങ്ക് യു ബ്രോ, താങ്ക് യു സോ മച്ച് നിങ്ങളുടെ പോഡ്കാസ്റ്റിൽ വരാൻ പറ്റിയതും. ഞാനിപ്പോ വെറുതെ വരല്ലേ ബ്രോ, വന്നിരുത്തി നിങ്ങളെ പുകഴ്ത്തല്ല. ഞാൻ അങ്ങനെ പാട്ട് ഇട്ടപ്പോ പ്രൊഡക്ഷൻ കോട്ട് എല്ലാ വയസ്സും ഭയങ്കര അടിപൊളിയാണ്. And I'm sure നിങ്ങളത് you will make it big. Yeah, and I have words for the listeners. You should check this guy out. This guy is fire. This guy is fire. എല്ലാരും അപ്കമിങ് വലിയ ആർട്ടിസ്റ്റിനെ മാത്രമല്ല കേൾക്കുന്ന, എല്ലാവരും ചെറിയ ആർട്ടിസ്റ്റ് നിങ്ങൾക്ക് പറ്റുന്ന രീതിയിലൊക്കെ ഹിപ്പ് ഹോപ്പിലെ ആർട്ടിസ്റ്റ് നിങ്ങൾ പൈസ ആയിട്ടൊന്നും കൊടുക്കേണ്ട ആർക്കും, പക്ഷെ സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ നാട്ടിൽ നിന്നുള്ള ആർട്ടിസ്റ്റുകളെ എല്ലാം സപ്പോർട്ട് ചെയ്യുക. അത്രേ ഉള്ളൂ. Yes, that's a wrap for today. Thank you for watching. See you with another episode. See you on next episode. Bye guys. Bye bye.